ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അല്പസമയം നമ്മുടെ ദൈവത്തിൻ്റെ വചനം കേൾക്കാനുള്ള സമയമാണല്ലോ. കഴിഞ്ഞ പൽക്കാലം ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് നമുക്ക് ഉപവാസത്തിലും ആയിരിക്കാൻ, ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് രാത്രിയിലും ഹല്ലേലൂയ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് ആയിരിക്കാൻ ദൈവം തന്ന വലിയ കൃപയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. അല്പസമയം നമ്മുടെ ദൈവത്തിൻ്റെ വചനം സംസാരിക്കുന്നതിനായിട്ട് വേണ്ടി ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് നമ്മളെ ഞാൻ കൂടുതലായിട്ട് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലെന്ന് തന്നെ അറിയാം. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ടി എം കോശി, ഹല്ലേലൂയ പാസ്റ്റർ ടി എം കോശിയാണല്ലോ. ഹല്ലേലൂയ പ്രൈസ്. അല്പസമയം ദൈവത്തിൻ്റെ വചനം സംസാരിക്കുന്നതിന് വേണ്ടി ദൈവദാസനെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ അനുഗ്രഹീത സന്ധ്യവേളയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്തൃപാദപീഠത്തിൽ ആയിരിക്കുന്ന എല്ലാ അനുഗ്രഹീതരായ ദൈവദാസന്മാർ, അനുഗ്രഹീതരായ ദൈവമക്കൾ എല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഒരു ദീർഘ ഉപവാസത്തിന് തയ്യാറായി സഭയായിരിക്കുമ്പോൾ അതിൻ്റെ ഒരു ഒരുക്ക പ്രാർത്ഥന എന്നുള്ള ഒരർത്ഥത്തിൽ ദൈവസന്നിധിയിലായിരിക്കുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ നാളുകളിലെല്ലാം നമ്മുടെ സഭയിൽ ദീർഘമായ ഉപവാസം എല്ലാ വർഷങ്ങളിലും ഉണ്ടായിരുന്നു. ഈ വർഷവും ഉപവാസം അങ്ങനെ ക്രമീകരിച്ചിരിക്കാൻ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ വേളയിൽ നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ വളരെ തീരുമാനത്തോടെ, പ്രത്യേകാലത്തിൽ ഇവിടെ ഇരിക്കുന്ന പലരും ഇനി ദീർഘ ഉപവാസത്തിലൊക്കെയും പങ്കെടുപ്പാൻ അല്ലെങ്കിൽ ഉപവസിപ്പാൻ തീരുമാനത്തിലായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. തീർച്ചയായിട്ടും ഈ ഉപവാസം നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരുവാൻ നമുക്ക് സ്തോത്രം ചെയ്യാം. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാ വർഷവും നമ്മൾ ചെയ്തു, അല്ലെങ്കിൽ അതിനൊരു മുടക്കം വരേണ്ട എന്നുള്ള ഒരർത്ഥത്തിൽ ഈ വർഷവും ക്രമീകരിക്കുന്നു. അതിൽ ഞാനും ഉപവസിക്കുന്നു, ഞാനും പങ്കെടുക്കുന്നു എന്നുള്ള ഒരു ചിന്ത ആരുടെയും മനസ്സിൽ കടന്നു വരാതെ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഒരു ലക്ഷ്യത്തോടുകൂടെയുള്ള ഒരു ഉപവാസമായിരിക്കാൻ. ആരൊക്കെ ഉപവസിക്കുന്നുവോ അവരൊക്കെ ഇനി ഒരാഴ്ച ഉണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ എന്തിനു വേണ്ടി ഞാൻ ഉപവസിക്കുന്നു, അത് ഉപവസിക്കുന്ന ഓരോ ദിവസവും ഇന്നു മുതലും ആ ഒരു ലക്ഷ്യം നമ്മുടെ ജീവിതത്തിൽ നാം കണ്ടുകൊണ്ട്, കാരണം നമ്മുടെ കർത്താവ് ദൈവത്തിൻ്റെ വചനത്തിൽ തന്നെ പറയുന്നുണ്ട്, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ തൻ്റെ നാളോളം അതിനെ എന്ത് ചെയ്യുന്ന തികയ്ക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പം നമ്മിൽ ആരംഭിച്ച ഈ ആത്മീയ പ്രവർത്തനം ഒരു തികവിലേക്ക്, ഒരു പൂർണ്ണതയിലേക്ക് വരുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. നമുക്ക് ആർക്കും പറയുവാൻ കഴിയത്തില്ല ഞാനൊരു പൂർണ്ണതയിൽ എത്തിച്ചേർന്നു എന്ന്. പൗലോസ് തന്നെ പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? ഞാൻ പിടിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല, പിന്നെ ഞാനും പിടിക്കാമോ എന്ന് നോക്കി എന്ത് ചെയ്യുന്നതേ ഉള്ളൂ, ഓടുന്നതേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. എന്ന് വെച്ചാൽ ആ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി പിൻപിലുള്ളത് മറന്നും മുൻപിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ പരമവിളിയുടെ ലക്ഷ്യത്തിനായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ലാക്കിലേക്ക് ഓടുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ആ ഓട്ടക്കളത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ ലക്ഷ്യത്തിലേക്ക്, ലാക്കിലേക്കുള്ള ഒരു ഓട്ടത്തിലാണ് നാം എല്ലാവരും ആയിരിക്കുന്നത്. വെറുതെ ഓടുന്നവരായിട്ടല്ല നാം ഇറങ്ങിയത്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലക്ഷ്യമുണ്ട്, ലാക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും പ്രാർത്ഥനയിലായിരിക്കണം. അങ്ങനെയെങ്കിൽ നമ്മൾ ഇത്രയും ഓടി ആ ലക്ഷ്യത്തിൽ നമുക്ക് എത്തിച്ചേരണം. പലതും പ്രതീക്ഷിച്ചോടി. ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പറയും, എനിക്ക് അനേക പ്രതീക്ഷകളുണ്ടായിരുന്നു, എത്രമാത്രം ആ പ്രതീക്ഷയുടെ പൂർത്തീകരണത്തിൽ ഞാൻ എത്തിച്ചേർന്നു എന്ന് എനിക്കറിയത്തില്ല എന്നേ എല്ലാവർക്കും ഒരുപക്ഷെ പറയുവാൻ കഴിയത്തുള്ളൂ, അല്ലേ? ആ ലക്ഷ്യത്തിൻ്റെ ആ പൂർത്തീകരണത്തിൽ നമ്മൾ ആരും എത്തിച്ചേർന്നിട്ടില്ല. എന്നാൽ നാം അത് പ്രാപിക്കുവാൻ വേണ്ടി ഓടുകയാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ഈ ഉപവാസത്തിൽ നമ്മുടെ പ്രധാനമായ ലക്ഷ്യം, നമ്മൾ ആരംഭിച്ചത് ആ നാൾ വരെ കർത്താവ് തികയ്ക്കുമെന്നാണ്. ആ നാളോളം നിങ്ങളിൽ കർത്താവ് നമ്മിൽ ആരംഭിച്ച നല്ല പ്രവൃത്തി എന്താണ്? ക്രിസ്തുവിനെ നമുക്ക് തന്നു, യേശുവിനെ തന്നു. യേശുവിലൂടെയുള്ള രക്ഷ
ഞാനും നിങ്ങളും സ്വായത്തമാക്കുവാൻ ദൈവം ഇടയാക്കി. ആ രക്ഷയിൽ നാം മുൻപോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ലക്ഷ്യപ്രാപ്തി നമ്മുടെ മുൻപിലുണ്ട്. ഹല്ലേലൂയ. അതിനുവേണ്ടി നമുക്ക് മുൻപോട്ട് ഓടാം. ആ ഓട്ടക്കളത്തിലാണ് നമ്മുടെ ഈ ഉപവാസത്തിൽ തന്നെ നമ്മുടെ ഒരു പ്രധാന വിഷയം, ലക്ഷ്യം ഇത് തന്നെ ആയിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചുകൊണ്ട് ഞാനൊരു വചനം ദൈവസന്നിധിയിൽ വയ്ക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം ഒന്ന് വായിക്കാം. ഈ 15-ാം അധ്യായം തന്നെ, യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം തന്നെ ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തില്, ഒരു ക്രിസ്തീയ ജീവിതത്തില്, വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നമ്മൾ നയിക്കുന്നതിന് നമുക്ക് ഏറ്റവും ഫലപ്രദമായ വഴി എങ്ങനെയെന്ന് നമ്മുടെ യേശു കർത്താവ് തന്നെ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു അധ്യായമാണ് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം എന്ന് പറയുന്നത്. അതിലെ എല്ലാ വചനങ്ങളും നമ്മൾ വായിച്ചിട്ടുണ്ട്, നമുക്ക് വളരെ പരിചിതമാണ്. ആരംഭം മുതൽ അതിനകത്ത് പറയുന്ന ഒരു പ്രധാന കാര്യം ഹല്ലേലൂയ, ഫലം കായ്ക്കണം എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഫലം കായ്ക്കണം. നമുക്കെല്ലാവർക്കും, ഞാൻ ഉൾപ്പെടെ നമുക്കെല്ലാവർക്കും ഇന്ന് രാത്രിയിൽ ദൈവസന്നിധിയിൽ നാം ചിന്തിക്കുമ്പോഴാ ഒന്നേ പറയുവാൻ കഴിയത്തുള്ളൂ, കർത്താവേ, ഇതുവരെ എനിക്ക് വളരെ ആഗ്രഹങ്ങൾ ഫലം കായ്ക്കണമെന്ന് വളരെ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ വേണ്ടും വണ്ണം ഫലം കായ്പാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉപവാസം അടുക്കുന്നതിനുള്ള ദിനങ്ങളിൽ നാം ആയിരിക്കുമ്പോഴാ ഇന്ന് പകൽക്കാലം നമ്മുടെ കുറവുകൾ, നമ്മുടെ അവസ്ഥ ദൈവസന്നിധിയിൽ നമുക്കിന്ന് രാത്രികാലം തുറന്ന് സമ്മതിക്കാം. ഫലം കായ്പാൻ ദൈവം നമ്മെ കണ്ടിരിക്കുന്നു. എന്നാൽ വേണ്ടുമെണ്ണം കഴിഞ്ഞ നാളുകളിൽ ഫലം കായ്പാൻ നമുക്കാർക്കും കഴിഞ്ഞിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹീതമായ നിലയിൽ ഒരു ആത്മീയ ഫലം, ആത്മീയ പ്രവർത്തനങ്ങൾ, ആത്മീയ അനുഭവങ്ങൾ നമ്മിൽ നിന്ന് വേണ്ടും വണ്ണം ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല എന്ന് ഇന്ന് പകൽക്കാലം നമുക്ക് സമ്മതിപ്പാൻ ഈ രാത്രിയിൽ കഴിയുമോ? പ്രൈസ് ദി ലോർഡ്. എന്നോട് ചേർന്ന് എല്ലാവരും ചിന്തിക്കണമേ. ഞാൻ വളരെ വേഗം തന്നെ നിർത്തും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ കർത്താവ് തന്നെ, കർത്താവിൻ്റെ ശിഷ്യന്മാരായ പൗലോസോ മറ്റുള്ളവരോ പറഞ്ഞത് അല്ല ഞാൻ ഇന്ന് ഇവിടെ എടുത്ത് പറയുന്നത്. കർത്താവ് തന്നെ നാം ഫലം കായ്ക്കുന്നതിന് വേണ്ടി അതിനുള്ള വഴികൾ വ്യക്തമായി പറഞ്ഞിരിക്കുന്ന ഒരധ്യായമാണ് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം. അതിനകത്ത് പ്രാരംഭമായി നമുക്ക് കാണുവാൻ കഴിയുന്നത് യേശു താൻ ആരേ എന്നും തൻ്റെ പിതാവാം ദൈവം ആരേ എന്നും തൻ്റെ ശിഷ്യന്മാർ അല്ലെങ്കിൽ ദൈവസഭയുടെ അംഗങ്ങളായിരിക്കുന്ന നാം ഓരോരുത്തരും എങ്ങനെ അല്ലെങ്കിൽ ആരായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ഒരു വചനമാണ് അതിൻ്റെ ആദ്യ വാക്യത്തിൽ തന്നെ നമുക്ക് വായിപ്പാൻ കഴിയുന്നത്. ആ വചനം ഒന്ന് വായിച്ചേ. ആ ആ നീക്കിക്കളയുന്നു. അത് ആ ആ മതി. പ്രൈസ് ദി ലോർഡ്. കായ്ക്കുന്നതൊക്കെയും അധിക ഫലം കായ്ക്കേണ്ടതിന് എന്ത് ചെയ്യുന്നു എന്നാ ചെത്തിപ്പടിപ്പാക്കും. നമ്മൾ വളരെ ചിന്തിച്ചിട്ടുള്ള വചനമാണിത്. എന്നാൽ ഈ നാളുകളിൽ എന്നെ വളരെ ചിന്തിപ്പിക്കുന്ന, ഞാൻ ഈ ദിവസങ്ങളിൽ ഒന്ന് പഠിക്കുന്ന ഒരു വചനമായതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഈ രാത്രിയിൽ നിങ്ങളുടെ മധ്യയിൽ ഇത് പ്രസ്താവിപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവിനെ പ്രേരിപ്പിക്കുവാനിടയായി. ദൈവമക്കളെ, ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനം അവിടെ 3 കാര്യങ്ങളെ അവിടെ ബന്ധപ്പെടുത്തി പറയുന്നു. ഒന്ന്, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാണ്. യേശുവിനെ കുറിച്ച് തന്നെ പറയുകയാണ്, ഞാനാണ് ദ ട്രൂ വൈൻ, യഥാർത്ഥ മുന്തിരിവള്ളി. സാക്ഷാലാകുന്ന മുന്തിരിവള്ളി അത് മറ്റാരുമല്ല, അത് ഞാനാകുന്നു. പഴയ നിയമം നാം പഠിക്കുമ്പോൾ പഴയ നിയമത്തിൽ മുന്തിരിവള്ളി ആയിട്ട് ഇസ്രായേൽ ജനത്തെ പഠിപ്പിക്കുന്ന 1-2 ഭാഗങ്ങൾ നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ തന്നെ കാണുവാൻ കഴിയുന്നുണ്ട്. ആ ഭാഗം ഞാൻ എടുക്കുന്നില്ല. യെശയ്യാ പ്രവചനം 5-1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിലും എസ്കേൽ പ്രവചനം 15-1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിലുമൊക്കെ ഇസ്രായേലാകുന്ന മുന്തിരിവള്ളി, എന്നാൽ അവരെ ദൈവം പ്രത്യേകാൽ കണ്ട് തിരഞ്ഞെടുത്ത് നട്ടു.
എന്നാൽ ഫലം കായ്ച്ചപ്പോൾ ദൈവം ആഗ്രഹിച്ച ഫലമല്ല അവരിൽ നിന്ന് വരുവാനിടയായത്. അതുകൊണ്ട് ആ മുന്തിരിവള്ളിയെ നല്ല മുന്തിരിവള്ളിയായിട്ട് അല്ല എന്ന് പറഞ്ഞിട്ട് യേശു ഇവിടെ വ്യക്തമായി പറയുകയാണ്, ഞാനാണ് സാക്ഷാൽ മുന്തിരിവള്ളി. പ്രൈസ് ദി ലോർഡ്. യേശു തന്നെ പുതിയ നിയമസഭയില് ജനത്തിന്റെ വിടുതലിനായിട്ട് പിതാവാം ദൈവം തോട്ടക്കാരനായിരിക്കുന്ന അനുഭവത്തില് പിതാവിന്റെ അടുക്കൽ നിന്ന് യേശു ഈ ഭൂലോകത്തിലേക്ക്, ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിട്ട് തൻ്റെ ശിഷ്യന്മാരോട് ഒരു കാര്യം വ്യക്തമായി പറയുകയാണ്, ഞാനാണ് സാക്ഷാൽ മുന്തിരിവള്ളി. മാത്രമല്ല എൻ്റെ പിതാവ് ആരാണ്? തോട്ടക്കാരൻ. ഹല്ലേലൂയ, സ്തോത്രം. എൻ്റെ പിതാവ് തോട്ടക്കാരൻ, തോട്ടം കാക്കുന്നവൻ, തോട്ടം സൂക്ഷിക്കുന്നവൻ, തോട്ടത്തെ പരിചരിക്കുന്നവൻ മറ്റാരുമല്ല, സ്വർഗീയനായ എൻ്റെ പിതാവാണ്. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് അവിടെ അടുത്ത വാക്യം പറയുന്നത്, ഹല്ലേലൂയ, എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു, കായ്ക്കുന്നതൊക്കെയും അധിക ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അവിടെ ആ ഫലത്തിലേക്ക് വരുന്ന ഒരു വചനമാണ് നമ്മളവിടെ വായിക്കുന്നത്. ഹല്ലേലൂയ, കായ്ക്കാത്തത് ദൈവം എന്ത് ചെയ്യുന്നു എന്നാ? പിതാവാം ദൈവം ഹല്ലേലൂയ നീക്കിക്കളയുവാനിടയാകുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പുതിയ നിയമത്തിൽ തന്നെ പഠിക്കുമ്പോൾ ദൈവത്തിൽ ചില വാക്യങ്ങളുണ്ട്. ഹല്ലേലൂയ, ഉള്ളവന്, ഹല്ലേലൂയ, ഉള്ളവനിൽ നിന്ന് ഉള്ളവന് പിന്നെയും കർത്താവ് കൊടുക്കുന്നു, ഇല്ലാത്തവനോടോ അവൻ്റെ കയ്യിൽ ഉള്ളതും അവിടെ അത് നീക്കിക്കളയുന്നു എന്ന് അവിടെ ഒരു വചനം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഉള്ളവന് ദൈവം എന്ത് ചെയ്യുന്നു? പിന്നെയും കൊടുക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുകൂടെ ദൈവം നീക്കിക്കളയുന്നു. ഇന്ന് പകൽക്കാലം അങ്ങനെയെങ്കിൽ ആ വചനത്തോട് സാമ്യമുള്ള ഒരു വചനമാണ് ഇവിടെയും നമുക്ക് വായിപ്പാൻ കഴിയുന്നത്. കായ്ക്കാത്തതൊക്കെയും അവൻ എന്തു ചെയ്യുന്നു? നീക്കിക്കളയുവാനിടയാകുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അടുത്ത വചനം, കായ്ക്കുന്നതൊക്കെയും അധിക ഫലം കായ്ക്കേണ്ടതിന് ചെത്തി അവൻ വെടിപ്പാക്കുവാനിടയാകുന്നു. നമ്മളൊരു ഉപവാസത്തിൻ്റെ അടുക്കലേക്ക്, ഒരു ഉപവാസത്തിലേക്ക് കടന്നു വരുമ്പോൾ നാം ഇന്ന് പകൽക്കാലം കൃപയാൽ ഈ അനുഭവത്തിൽ നമ്മെ ദൈവം ശേഷിപ്പിച്ചിരിക്കുന്ന ദൈവസ്നേഹത്തിനായി, കൃപയ്ക്കായി നമുക്ക് നന്ദിയോടെ ദൈവത്തെ വാഴ്ത്താം. ചെത്തിക്കളയേണ്ടുന്ന സ്ഥാനത്ത്, വെട്ടിക്കളയേണ്ടുന്ന സ്ഥാനത്ത് കൃപ, കർത്താവിൻ്റെ കൃപയിൽ ഇന്ന് പകൽക്കാലം ശരണപ്പെടുന്ന എത്ര പേരുണ്ട്? അടുത്ത ഒരു ഉപവാസം കൂടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്നിരിക്കുമ്പോഴാ ഹാലിൽ എന്നെ ഈ ഒരു വർഷക്കാലം കൂടെ കർത്താവ് അധിക ഫലമൊന്നും കായ്പാൻ എൻ്റെ ജീവിതത്തിൽ ഇടയായില്ല എങ്കിലും അല്പം ഏതോ ഫലം കായ്ച്ചതിൽ കർത്താവ് കണ്ടുകൊണ്ട് എന്നെ പിന്നെയും സഭയാം തോട്ടത്തിൽ നിർത്തിയിരിക്കുന്നു എന്ന് ഇന്ന് പകൽക്കാലം തുറന്ന് സമ്മതിപ്പാൻ കഴിവുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, അധിക ഫലം കായ്ച്ചത് കൊണ്ടല്ല ഇന്ന് രാത്രികാലവും നാം ഇവിടെ ആയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ചില ഫലങ്ങൾ ദൈവം ആഗ്രഹിച്ച അനുഭവത്തിൽ എവിടെയോ അല്പമൊക്കെ ഫലം നമ്മുടെ മുൻപിൽ നിലനിന്നത് കൊണ്ടും മാത്രമല്ല, ഹല്ലേലൂയ, നമുക്കറിയാം ദൈവത്തിൽ വെട്ടിക്കളയട്ടെ എന്ന് ഫലം കായ്ക്കാത്ത ഒരു വൃക്ഷത്തെ നോക്കി തോട്ടക്കാരൻ അതിൻ്റെ ഉടമസ്ഥനോട് ചോദിക്കുമ്പോൾ കർത്താവ് പറയുന്ന ഒരു വചനമുണ്ട്, വേണ്ട, ഒരു വർഷം കൂടെ നിൽക്കട്ടെ, അതിന് വളമിട്ട് ഹല്ലേലൂയ അതിന് ഫലം തരുമോ എന്ന് നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വലിയവനായ കർത്താവ് കൃപയാൽ നമ്മെ നിർത്തിയ സ്നേഹത്തിനായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. ഹാലിൽ എത്ര പേർക്ക് അത് ഓർത്ത് ദൈവത്തെ സ്തുതിപ്പാൻ കഴിയുന്നു? എത്ര പേർക്ക് ദൈവത്തിൻ്റെ സ്നേഹം അഥവാ കരുണ, എത്ര പേർക്ക് ദൈവത്തിൻ്റെ ആ കൃപ നമ്മുടെ ഒരു വലിമയുമല്ല, നമ്മുടെ ഒരു വലിപ്പവുമല്ല, ഹാലിൽ ഉണ്ട് എന്ന് പറയുവാൻ കഴിയുന്ന ഒത്തിരി കാര്യങ്ങളൊന്നും അധികമായി നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്തപ്പോൾ ഇന്ന് പകൽക്കാലം കൃപയാൽ ഹാലിയ ചെറിയ ഫലങ്ങൾ ഒരുപക്ഷെ പുറപ്പെടുവിച്ചതിലായിരിക്കണം, അല്ല എങ്കിൽ കൃപയാൽ അല്പകാലം കൂടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞ് ദൈവം നമ്മോട് കരുണ കാണിച്ചതിനാൽ ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവത്തെ വാഴ്ത്താം. ഹല്ലേലൂയ. എല്ലാവരും അത് ഓർത്ത് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്. അവൻ കരുണാസമ്പന്നനായ ദൈവമാണ്. ഇന്ന് പകൽക്കാലം തൻ്റെ കരുണ നമ്മുടെ മേൽ ഈ ദിനങ്ങളിൽ ഒന്ന് വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. നാം ഈ ഉപവാസത്തിലേക്ക് അടുക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ യാചിച്ചുകൊണ്ട് ഹല്ലേലൂയ ഫലമില്ലാത്ത അനുഭവങ്ങളിൽ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് എവിടൊക്കെയാണ് ഫലം കായ്ക്കേണ്ടത് എന്ന് പിതാവാം ദൈവം കഴിഞ്ഞ നാളുകളിൽ നമ്മോട് ഉണർത്തിയ വാക്കുകളുണ്ട്, വചനങ്ങളുണ്ട്.
ദർശനങ്ങളുണ്ട്, പ്രവചന ശബ്ദങ്ങളുണ്ട്, വെളിപ്പാടുകളുണ്ട്. ഹല്ലേലൂയ. നമ്മെ അനുഭവങ്ങളിലൂടെ കടത്തിവിട്ട് കാണിച്ചു തന്ന വിഷയങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അവിടെയൊന്നും പലപ്പോഴും നമുക്ക് വേണ്ടും വേണം ഫലം കായ്പാൻ കഴിയാതെ വന്ന അനുഭവങ്ങളുടെ മധ്യയിൽ ഒരു ഉപവാസത്തിലൂടെ ദൈവം നമ്മെ പിന്നെയും കടത്തിവിടുമ്പോൾ നമുക്കിന്ന് പകൽക്കാലം ദൈവത്തോട് പ്രാർത്ഥിക്കാം, ദൈവമേ ഞാൻ അധിക ഫലം കായ്പാൻ ആഗ്രഹിക്കുന്നു എന്ന്. പ്രൈസ് ദി ലോർഡ്. എത്ര പേർ അതിന് ആഗ്രഹം ഇന്ന് പകൽക്കാലം പ്രകടിപ്പിക്കും? എത്ര പേര് ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് കർത്താവേ ചില ഫലങ്ങൾ കൂടെ എനിക്ക് പുറപ്പെടുവിക്കണം. പ്രൈസ് ദി ലോർഡ്. എനിക്കൊന്നുകൂടെ ഫലമുള്ളവനായി തീരണം. പലപ്പോഴും ഒരു ഫലവുമില്ലാതെ നാഥൻ തിരഞ്ഞ സ്ഥാനത്ത് ഒരു ഫലവുമില്ലാത്ത അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഞങ്ങളുടെ ജീവിതത്തിന് ഒരു വ്യത്യാസം വരുമാറ് അവിടുത്തെ കൃപയാൽ ഞങ്ങളെ ഒന്ന് ഫലത്തിലേക്ക് നടത്തണമേ എന്ന്. ചില ഫലകരമായ അനുഭവത്തിലേക്ക് നടത്തണമേ എന്ന് ഈ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിലെ ചില വാക്യങ്ങളെ അധീകരിച്ച് നമുക്കിന്ന് പകൽക്കാലം നമ്മുടെ തീരുമാനം പുതുക്കാം. ഹല്ലേലൂയ. കർത്താവിന്റെ വചനം അവിടെ പറയുന്നത്, കായ്ക്കുന്നതൊക്കെയും അധിക ഫലം കായ്ക്കേണ്ടതിന് ചെത്തി എന്ത് ചെയ്യുന്നു എന്നാ? ചെത്തി എന്ത് ചെയ്യുന്നു? വെടിപ്പാക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ ചില ചെത്തലുകളും ചില മുറിവിൻ്റെ അനുഭവങ്ങളും ചില പ്രയാസഘട്ടങ്ങളും എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കടന്നു വന്നത് ദൈവം അറിഞ്ഞ് നമുക്ക് തന്ന ചില ചെറിയ ചെറിയ തലോടലുകളാണ്. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഫലം കായ്ക്കണമെന്ന് കർത്താവ് ആഗ്രഹിച്ച സ്ഥാനത്ത് അധിക ഫലം കായ്പാൻ കഴിയാതെ ചില ഫലങ്ങൾ മാത്രം പുറപ്പെടുവിച്ചപ്പോൾ എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ദൈവത്തിനുള്ള ആഗ്രഹം എന്തേ എന്ന് ചോദിച്ചാൽ, കായ്ക്കുന്നത് ഒക്കെയും അധിക ഫലം കായ്പാനിടയാകണം. ഈ പകൽക്കാലം നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. നമുക്ക് ദൈവത്തോട് ഈ വേളയിൽ ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങ് ആഗ്രഹിക്കുന്ന വിധത്തിൽ ചില നല്ല ഫലങ്ങൾ പുറപ്പെടുവിപ്പാൻ എന്നെ ഇന്ന് പകൽക്കാലം ദൈവമൊന്ന് ഒരുക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അധിക ഫലം കായ്പാൻ, അധിക ഫലം കായ്പാൻ കർത്താവ് അതിനെ എന്ത് ചെയ്യുന്നു എന്നാ? ചെത്തി വെടിപ്പാക്കുന്നു, പ്രൂൺ ചെയ്യുന്നു എന്നാണ്. അതിനെ ആകാത്ത കൊമ്പുകളാ ഒക്കെ ഒന്ന് ചെത്തി, ഹല്ലേലൂയ, അതിനെ ഒരു ഒരുക്കത്തിലേക്ക് ചില നല്ല പുതുമുളകള് അതിൽ പൊട്ടി വിടരുമാറ് അതിനെ പ്രൂൺ ചെയ്ത് ദൈവം ഹല്ലേലൂയ ചെത്തി വെടിപ്പാക്കുന്ന അനുഭവങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഓരോ ശോധനകളും. ചില ശോധനകൾ, ചില വേദനകള്, ചില നാം പ്രതീക്ഷിക്കാത്ത സംഭവങ്ങള്, വിഷയങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് ദൈവത്തിന്റെ പൈതലെ നാം നമ്മെ തന്നെ ഇരുന്നൊന്ന് ശോധന ചെയ്യുവാൻ ദൈവം ഒരുക്കുന്ന വഴികളാണ്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് പകൽക്കാലം ദൈവം തരുന്ന എല്ലാ ചെത്തലുകളും എൻ്റെ നന്മയ്ക്ക് വേണ്ടി എന്ന് വിശ്വസിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ അത് സ്തോത്രത്തോടെ ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അവൻ തൻ്റെ പാഠശാലയിലൂടെ നമ്മെ കടത്തിവിടുമ്പോൾ കർത്താവ് ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എൻ്റെ മുഖമേറ്റ് നിങ്ങൾ എന്നോട് ചേർന്ന് പഠിപ്പീനെന്ന്. കർത്താവിൻ്റെ മുഖം വച്ചിട്ടുള്ളതായി ഓരോ തെക്കുമ്പോൾ ചില ചെത്തലുകൾ അല്ലെങ്കിൽ ചില വേദനകൾ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുവാനിടയാകും. സ്തോത്രം പറഞ്ഞാട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. ആ മുഖം മൃദുവാണ്, ആ ചുമട് ലഘുവാണ്, ആ ചെത്തല് ചെറുതാണ്. അത് നമ്മെ ദോഷങ്ങളാൽ ദൈവം പരീക്ഷിക്കുന്ന വിഷയങ്ങളല്ല. ഹല്ലേലൂയ, നമ്മെ ഒരു പടി കൂടെ ഫലവത്താക്കി തീർക്കുവാൻ ദൈവം ഒരുക്കുന്ന വഴികളാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഭവനത്തിലുള്ള പ്രശ്നങ്ങൾ, നമ്മുടെ ജോലി സ്ഥാനത്തുള്ള പ്രശ്നങ്ങൾ, നമ്മുടെ സഭാ ജീവിതത്തിൽ നാം അറിയാതെ കടന്നു വരുന്ന വിഷയങ്ങൾ, പ്രൈസ് ദി ലോർഡ്, നാം ആത്മീകമായി മുൻപോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഏതൊരു വിഷയവും ഒരു ദൈവ പൈതൽ നുകത്തിൻ കീഴിലാണ് എങ്കിൽ, നല്ല യജമാനന്റെ കൊടിക്കീഴിലാണ് എങ്കിൽ, നല്ല തോട്ടക്കാരന്റെ പ്രൈസ് ദി ലോർഡ് മുന്തിരിവള്ളിയാകുന്ന യേശുവിന്റെ നല്ല കൊമ്പുകളാണ് എങ്കിൽ, ഹല്ലേലൂയ, ഫലം കായ്പാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ പിതാവ് നമ്മെ ചെത്തുവാനിടയാകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവ് ഓരോരുത്തരെയും ഓരോ വിധത്തിലാണ് ചെത്തുന്നത്. ഓരോ സമയത്തും ഓരോ സാഹചര്യങ്ങളിലൂടെയാണ് നമ്മുടെ കർത്താവ് ഈ പാഠശാലയിലൂടെ കടത്തിവിട്ട് നമ്മളെ ചെത്തുന്നത്. അത് മനസ്സിലാക്കുവാൻ കഴിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്,
ഹല്ലേലൂയ. എന്നിട്ട് കർത്താവ് പറയുന്ന ഒരു വചനം ഇതാണ്, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങൾ ഇപ്പോഴെന്താണ്? അപ്പൊ ചെത്തല് നടക്കുന്ന ഒരു വഴി എന്തേന്ന് ചോദിച്ചാൽ, ചെത്തലിലൂടെ നടക്കുന്ന എന്താണ്? ആകാത്തതൊക്കെ എന്ത് ചെയ്യും? ചെത്തി മാറ്റും. ഈ ആകാത്തത് ചെത്തുന്നത് ഇവിടെ കർത്താവ് തന്നെ പറയുന്ന 3-ാം വചനത്തിലാണ്, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങളിപ്പോൾ എന്താണ്? ശുദ്ധിയുള്ളവരാണ്. അപ്പോൾ ചെത്തൽ നടന്ന് ശുദ്ധീകരണം വരുന്നതിൻ്റെ ഒരു വഴി എന്ന് പറയുന്നത് കർത്താവിൻ്റെ വചനമാകുന്ന വാള് നമ്മിൽ പ്രവർത്തിക്കുമ്പോഴാണ്. ആമേൻ, ഹല്ലേലൂയ. വചനത്തിന് വിധേയപ്പെടാതെ ആർക്കും ഹല്ലേലൂയ ശുദ്ധീകരണം പ്രാപിപ്പാൻ കഴിയത്തില്ല. നമ്മുടെ മുൻപിൽ നമുക്കറിയാം, ദൈവത്തിൻ്റെ വചനം ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ളതും ആത്മാവിനെയും സന്ധിമജ്ജകളെയും പ്രാണനെയും സന്ധിമജ്ജകളെയും വേർപിടിക്കുന്നത് വരെ തുളച്ചു ചെല്ലുന്നതും നമ്മുടെ ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ കർത്താവിൽ ഫലം കായ്പാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവ പൈതല് ഈ ഉപവാസ ദിനങ്ങളുമായിട്ട് അടുക്കുമ്പോൾ ശുദ്ധീകരണത്തിന് വേണ്ടി നമ്മെ ദൈവം കാണിക്കുന്ന ഒരു പാത വചനവുമായി നാം അടുത്തു വരുവാനിടയാകണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സത്യവഴി നമ്മെ കാണിച്ചുകൊണ്ട്, പോകേണ്ടുന്ന വഴി നമുക്ക് പറഞ്ഞു തന്നുകൊണ്ട്, ദൃഷ്ടി വെച്ചാലോചന പറഞ്ഞു തരുന്ന ഹല്ലേലൂയ നമുക്ക് മുൻപായി നല്ലൊരു മാതൃക വെച്ചിട്ട് പോയിട്ടുള്ളതായ ഒരു കർത്താവുണ്ട്. ആ കർത്താവിൻ്റെ വചനത്തിലേക്ക് അടുത്തു വരുന്നവരെ അവൻ വചനം ഉപയോഗിച്ച് ശുദ്ധീകരണത്തിലേക്ക് നടത്തുവാനിടയാകുന്നു. അങ്ങനെയെങ്കിൽ നാം ഉപവാസത്തിലേക്ക് നീങ്ങുന്നതിൻ്റെ ഈ ദിനങ്ങളിൽ ദൈവമക്കളെ വീണ്ടും നമുക്ക് വചനമൊന്ന് വായിക്കാം. കർത്താവ് പറഞ്ഞത്, ഇപ്പോൾ നിങ്ങൾ കേട്ട വചന നിമിത്തം, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങൾ എന്താണ്? അപ്പം കർത്താവിൻ്റെ വചനം നമ്മെ ശുദ്ധീകരിക്കുന്നു. രക്തം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനം നമ്മെ ശുദ്ധീകരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആ ഇരുവായ്ത്തലയുള്ള വാള് ഏത് വാളിനേക്കാളും മൂർച്ചയുള്ളതായ യേശുവിൻ്റെ വചനത്തിനായിട്ട് ഇന്ന് പകൽക്കാലം എത്ര പേർ സമർപ്പിച്ചു കൊടുക്കും? ഈ രാത്രി എത്ര പേർ ഒരിക്കൽ കൂടെ സമർപ്പിക്കും? നമ്മൾ ആവർത്തിച്ച് കേൾക്കുന്ന വചനമാണ്. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവ പൈതലേ, ഹല്ലേലൂയ, ഈ യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായത്തിൽ യേശു ഒരു വിജയകരമായ ക്രിസ്തീയ ജീവിതത്തിന്, അല്ലെങ്കിൽ ഒരു ഫലകരമായ ക്രിസ്തീയ ജീവിതത്തിന്, അല്ലെങ്കിൽ ക്രിസ്തുവിനോടുകൂടെ പറ്റിയിരിക്കുന്ന ഒരു അനുഭവത്തിന് വേണ്ടി ഹല്ലേലൂയ വ്യക്തമായ ഒരു വഴി, ഹല്ലേലൂയ ചില വഴികൾ അവിടെ പറഞ്ഞു തരുന്ന അനേക വചനങ്ങൾ അവിടെ ഉണ്ട്. ഇന്ന് പകൽക്കാലം അതിലൊരു വചനമാണ്, അല്ലെ വചനം നാം ശ്രദ്ധിച്ച് കീഴ്പ്പെടണമെന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തന ഭാഗത്ത് നാം വായിക്കുന്നുണ്ട്, കർത്താവിൻ്റെ 107-ാം സങ്കീർത്തനത്തിലാണെന്ന് തോന്നുന്നു, വായിക്കുന്നുണ്ട് ഹല്ലേലൂയ സ്തോത്രം. 107 ആണെന്ന് തോന്നുന്നു. ഒന്ന് വായിക്കാം, ഒരു വചനം ഒന്ന് വായിക്കാം. 107-ൽ ഒരു വചനമുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതിൻ്റെ 11-ാം വാക്യം, 10-ാം വാക്യം ഒന്ന് വായിച്ചേ. ദൈവത്തിൻ്റെ വചനത്തോട് മത്സരിക്കുകയും ചെയ്തിട്ട് അടുത്ത വചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, അവർ തങ്ങളുടെ കഷ്ടതയിലോട് നിലവിളിച്ചു, അവൻ അവരുടെ ബന്ധനങ്ങളെ അറുത്തു കളഞ്ഞു എന്ന്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഒരു കൂട്ടം ആൾക്കാരെ കുറിച്ച് അവിടെ വ്യക്തമായി പറയുകയാണ് ദൈവവചനം. ഹല്ലേലൂയ. ദൈവവചനം യഥാർത്ഥമായിട്ട് ഹൃദയത്തിൽ ഏറ്റെടുപ്പാൻ കഴിയാത്ത ആൾക്കാരുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ബന്ധന വിഷയത്തെ അവിടെ വ്യക്തമായി പരിശുദ്ധാത്മാവ് എടുത്തു പറഞ്ഞിരിക്കുകയാണ്. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ദൈവത്തിൻ്റെ വചനങ്ങളോട് മത്സരിക്കുകയും അത്യുന്നതൻ്റെ ആലോചനയെ നിരസിക്കുകയും ചെയ്തിട്ട് എന്ത് സംഭവിച്ചു? ഇരുളിലും അന്ധതമസിലും ഇരുന്ന് അരിഷ്ടതയാലും ഇരുമ്പ് ചങ്ങലയാലും അവർ ബന്ധിക്കപ്പെടുവാനിടയായി. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനത്തോട് മത്സരിച്ചാൽ, ദൈവവചനം ഒരു ഭാഗത്ത് ശുദ്ധീകരണം വരുത്തുമ്പോൾ, ചെത്തി വെടിപ്പാക്കുമ്പോൾ, അധിക ഫലം കായ്പാൻ അതിന് വഴികൾ ഒരുക്കുമ്പോൾ,
ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അല്ല, ദൈവത്തിന്റെ വചനത്തോട് മത്സരിച്ചാൽ ഇരുളിലേക്ക് അത് നമ്മെ നടത്തും, അന്ധതമസിലേക്ക് നടത്തും, അരിഷ്ടതയിലേക്ക് നടത്തും, ഇരുമ്പ് ചങ്ങലയാൽ അത് ബന്ധിക്കപ്പെടുവാൻ കാരണമാകുമെന്ന രക്തത്താൽ ചില ബന്ധനങ്ങൾ വരുന്നത് വചനത്തോട് മറുതലിക്കുമ്പോഴാണ്. രക്തം ജയം. എത്ര പേർക്ക് സ്തോത്രം പറയുവാൻ കഴിയും? എത്ര പേര് ഈ വചനത്തോട് അടുത്തു വരുന്നുണ്ട്? എത്ര പേര് പകൽക്കാലം കർത്താവിന്റെ വചനത്തിലൂടെയുള്ള ഒരു വിടുതലിന് വേണ്ടി തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ട്? വചനം ഒരു ഭാഗത്ത് ഇരുവായ്ത്തലയുള്ള മാളായിട്ട് അത് വിവേചിച്ച് അത് ശരീരത്തെ ചിന്തകളെ എല്ലാ ഭാവങ്ങളെയും വിവേചിച്ച് അത് വിടുതലായി അനുഗ്രഹമായി ചെത്തിവെടിപ്പാക്കി ശുദ്ധീകരണത്തിലേക്ക് നടത്തുമ്പോൾ ഒരു കൂട്ടം ആൾക്കാരെ 107-ാം സങ്കീർത്തനത്തില് അവിടെ വ്യക്തമായി പരിശുദ്ധാത്മാവ് എടുത്തു കാണിക്കുകയാണ്. ദൈവത്തിന്റെ വചനത്തോട് മത്സരിക്കുന്നവർ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തോട് മത്സരിച്ചാൽ അത് ബന്ധനത്തിന് കാരണമാകും. പ്രൈസ് ദി ലോർഡ്. ഇരുമ്പ് ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട അനുഭവമാകും. എന്നാൽ കർത്താവിനെ കഷ്ടം കൊണ്ട് താഴ്ത്തി ഇടറി വീണു സഹായിപ്പാൻ ആരും ഉണ്ടായില്ല. എന്നാൽ 13-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, അവർ തങ്ങളുടെ കഷ്ടതയിൽ എന്ത് ചെയ്യുവാനിടയായി? അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. കഴിഞ്ഞ നാളുകളിൽ വചനം ഏറ്റെടുക്കുവാൻ കഴിയാതെ എന്തെങ്കിലും കുറവുകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, ചില ബന്ധന വിഷയങ്ങളായിട്ട്, ചില ഭാരങ്ങളായിട്ട് നാം ഇടറി വീഴുവാൻ, നമ്മുടെ ജീവിതത്തിൽ ഭാരമായി തീരുവാൻ, നമ്മുടെ ജീവിതത്തിൽ അത് മുഖാന്തരമായി തീർന്നിട്ടുണ്ടെങ്കിൽ, ദൈവവചനം അവരോടും കൃപ കാണിക്കുന്ന ദൈവമാണ്. സർവശക്തൻ അവരോടും മനസ്സലിയുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. അതാണ് അവിടെ കാണുന്നത്. അവർ തങ്ങളുടെ കഷ്ടതയിൽ എന്ത് ചെയ്തു? യഹോവയോട് നിലവിളിച്ചു. അവൻ അവരുടെ ഞെരുക്കങ്ങളിൽ രക്ഷിച്ചു. അവൻ അവരെ ഇരുട്ടിൽ നിന്നും അന്ധതമസിൽ നിന്നും പുറപ്പെടുവിച്ച് അവരുടെ ബന്ധനങ്ങളെ അറുത്ത് കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവ് ആരാണ്? അവൻ ബന്ധനങ്ങളെ അറുത്ത് കളയുന്ന ദൈവമാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഇതേതു ബന്ധനമാണ്? വചനം മറുതലിച്ചതിന്റെ ഫലമായിട്ട് ഒരു കൂട്ടർക്ക്, അവിടെ നാല് വിഭാഗത്തിലുള്ള ആൾക്കാരെ സങ്കീർത്തനങ്ങൾ 107 നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതിൽ ഒരു കൂട്ടം ആൾക്കാര്, ഈ 4 കൂട്ടരെ കുറിച്ച് അവിടെ ആദ്യ വചനത്തിൽ പറയുന്നുണ്ട്. ദൈവത്തിന്റെ വിമുക്തന്മാരെന്ന് അവിടെ പറഞ്ഞാണ് അവരെ കുറിച്ച് പറയുന്നത്. ഹല്ലേലൂയ. അവർ യഹോവയോട് ഇങ്ങനെ പറയട്ടെ എന്ന് പറഞ്ഞാണ് ആ വചനത്തിൽ കാണുന്നത്. 4 വിധത്തിലുള്ളതായ പ്രയാസങ്ങളിലൂടെ ഒരിക്കൽ കടന്നുപോയവർ, വഴിയില്ലാതെ കടന്നുപോയവർ, രോഗത്തിലായി കടന്നുപോയവർ, ബന്ധനങ്ങളിൽ അകപ്പെട്ടതുപോലെ മുൻപോട്ട് പോയവർ. എന്നാൽ ആ 4 കൂട്ടരെ കുറിച്ചും പിന്നത്തേതിൽ പറയുന്നുണ്ട്, അവർ തങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എത്ര പേര് വചനം ശ്രദ്ധിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ദൈവവചനം ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, നമ്മുടെ ദൈവത്തിന്റെ വചനം നമ്മെ ചെത്തി വെടിപ്പാക്കി നമ്മെ ശുദ്ധീകരിപ്പാനിടയാകും. നമ്മുടെ ജീവിതത്തിൽ കുറവുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥന നാം ദൈവത്തോട് നിലവിളിക്കുമ്പോൾ അവൻ നമ്മുടെ ബന്ധനങ്ങളെ അറുത്ത് കളയുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഉപവാസത്തിന്റെ ആരംഭ നാളുകളിലേക്ക് അടുക്കുമ്പോൾ ഇന്ന് പകൽക്കാലം വചനവുമായുള്ള ബന്ധത്തിന് ചില വിടുതലിനായിട്ട് ചിലരെ ഏൽപ്പിച്ചു കൊടുക്കുവാനിടയാകട്ടെ. തങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകൾ തിരുവചനവുമായുള്ള ബന്ധത്തിൽ കഴിഞ്ഞ ആളുകളിൽ കടന്നു വന്ന് അതൊരു ബന്ധനമായിട്ട്, വിടുതലില്ലാത്ത വിഷയമായിട്ട് ദൈവം നമ്മോട് ക്ഷമിപ്പാൻ കഴിയാതെ ആയിരുന്ന അവസ്ഥകളിൽ എവിടെയെങ്കിലും കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം നമുക്ക് നമ്മുടെ ദൈവത്തോട് നിലവിളിക്കാം. യേശുവേ, ഞങ്ങളോട് കരുണ തോന്നുമാറാകണമേ. എല്ലാവരും എന്നോട് ചേർന്ന് ഒരു നിമിഷം സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാട്ട്. ദൈവം നമ്മോട് കരുണ തോന്നുന്ന ദൈവം, ദൈവം നമ്മോട് മനസ്സലിയുന്ന ദൈവം, നമ്മുടെ ബന്ധനങ്ങളെ അഴിക്കുന്ന ദൈവം, നമ്മുടെ പ്രയാസങ്ങൾ നമ്മെ വിടുവിക്കുന്ന ദൈവം, നമ്മുടെ ഇരുട്ടിൽ നിന്നും അന്ധതമസിൽ നിന്നും നമ്മെ വിടുവിക്കുന്ന ദൈവം, പോകേണ്ടുന്ന വഴി നമ്മെ കാണിക്കുന്ന ദൈവം. ഇന്ന് പകൽക്കാലം നമ്മുടെ കർത്താവ് നമ്മുടെ ബന്ധനങ്ങളെ അഴിപ്പാൻ ആഗ്രഹിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ അവിടെ പറഞ്ഞിരിക്കുന്ന ഒന്നാമത്തെ കാര്യം, നാം വചനത്തിലൂടെ ശുദ്ധീകരണം പ്രാപിക്കുക. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചന നിമിത്തം നിങ്ങളിപ്പോൾ എന്താണ്? ശുദ്ധിയുള്ളവരാണ്. അങ്ങനെയെങ്കിൽ വചന കേൾവി നമ്മെ ശുദ്ധീകരണത്തിലേക്ക് നയിക്കും. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് 4-ാം വാക്യം ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാം. ഒരു പ്രധാന കാര്യത്തിലേക്ക് അവിടെ നമ്മെ ഓർമ്മിപ്പിച്ച് ഉണർത്തുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവ്
ഏറ്റവും പ്രധാനമായ ഒരു വചനം ഹല്ലേലൂയ അവിടെ പറയുകയാണ്. ക്രിസ്തീയ ജീവിതത്തിൽ നമ്മിലുണ്ടായിരിക്കേണ്ട, നാം അനുവർത്തിക്കേണ്ട ഏറ്റവും പ്രധാന കാര്യം പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്താണ്? പിതാവാം ദൈവം തോട്ടക്കാരനും യേശു കർത്താവ് യഥാർത്ഥ മുന്തിരിവള്ളിയും ഹല്ലേലൂയ സ്തോത്രം നല്ല മുന്തിരിവള്ളിയും ആയിരിക്കുമ്പോൾ നാം കൊമ്പുകളായിട്ട് ഹല്ലേലൂയ കർത്താവ് പറയുന്നത് ഇതാണ്, എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് വചനം കേൾക്കുന്ന മാത്രയിൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ആ ക്രിസ്തുവിൽ വസിക്കുന്ന ഒരനുഭവം, പ്രത്യേക ഉപവാസത്തിൻ്റെ മുന്നാളുകളിൽ നാം ആയിരിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ഈ വൈകവേളയിൽ നമ്മുടെ എല്ലാ മനസ്സിലും ആ ഒരു വലിയ ചിന്ത ഭരിച്ചിട്ട് നമുക്ക് സ്തോത്രത്തിൽ കവിഞ്ഞ് ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ വിഷയത്തിന് വേണ്ടി ഒന്ന് സമർപ്പിക്കാം. എല്ലാവരും അതിനു വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് വ്യക്തമായി നമ്മെ ഓർമ്മിപ്പിക്കുന്ന വചനം ഇതാണ്, എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ സ്തോത്രം. കർത്താവിൽ നാം വസിക്കുക എന്നുള്ളതും രണ്ടാമത് അത് മുഖേന കർത്താവ് നമ്മിൽ വസിക്കുക എന്നുള്ളതുമാണ് ഹല്ലേലൂയ ക്രിസ്തീയ ദൈവം ഒരുക്കിയിട്ടുള്ളതായ ഏറ്റവും പ്രധാനമായ വഴി. ഉറച്ചൊരു സ്തോത്രം പറയാമോ? നമുക്ക് സത്യം അറിയാവുന്നതാണ്, അല്ലെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. എന്നാൽ അതിൻ്റെ ആഴങ്ങളിൽ ഒരിക്കൽ കൂടെ ഇന്ന് രാത്രി ഒന്ന് സമർപ്പിക്കുവാൻ ഹല്ലേലൂയ ഒരു തിടുക്കം, ഒരാവൽ, ഒരു വലിയ ആഗ്രഹം, ഹല്ലേലൂയ അതിനു വേണ്ടിയുള്ള ഒരു വലിയ താല്പര്യം. പ്രൈസ് ദി ലോർഡ്. എനിക്ക് എൻ്റെ കർത്താവിൽ ഇതുവരെ വസിച്ച അത്രയും വസിച്ചാൽ പോരാ, ഈ ദിനങ്ങളിൽ എനിക്ക് എൻ്റെ കർത്താവിൽ അധികം ഒന്ന് വസിക്കണം. നമുക്ക് അതിൻ്റെ പ്രാരംഭ വാക്യങ്ങളൊക്കെ അറിയാം. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നത് നമ്മുടെ രക്ഷയിലൂടെ നടന്ന വചനമാണ്. നാം ക്രിസ്തുവിലായി, ഹല്ലേലൂയ സ്തോത്രം, നാം ദൈവത്തിൻ്റെ മക്കളായി ക്രിസ്തുവിൽ വസിച്ച് അല്ലെങ്കിൽ ക്രിസ്തുവിൽ നാം ആയിത്തീർന്ന അനുഭവം ഒന്നാമത് നടക്കുന്നത് ഹല്ലേലൂയ നാം രക്ഷിക്കപ്പെടുന്ന സമയത്താണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അതിനെ തുടർന്ന് നാം മുൻപോട്ട് പോകുമ്പോൾ തന്റെ ശിഷ്യന്മാരെ കർത്താവ് ഓർപ്പിച്ച ഈ വചനം നമ്മിൽ നിന്ന് വിട്ടുമാറാതെ നമ്മിൽ എപ്പോഴും നിറഞ്ഞു നിൽപ്പാനിടയാകണം. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ ഞാൻ രക്ഷിക്കപ്പെട്ടു, ഒരിക്കൽ ഞാൻ ക്രിസ്തുവിലായി, അതോടുകൂടെ എന്നിൽ യേശു എന്നും വസിക്കുന്നു, ഞാൻ യേശുവിൽ വസിക്കുന്നു എന്നുള്ള അനുഭവമല്ല. വിട്ടുമാറാതെ നമ്മുടെ ചിന്തയിലും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഓരോ അനുഭവങ്ങളിലും നമ്മുടെ ഉള്ളത്തിൽ വെളിപ്പെട്ട് ആഗ്രഹിക്കുകയും സമർപ്പിക്കുകയും ചെയ്യേണ്ട ഒരു വചനം ഇതാണ്, നാം എപ്പോഴും ക്രിസ്തുവിൽ വസിച്ചായിരിക്കണമെന്നുള്ളത്. ഇന്ന് പകൽക്കാലം എല്ലാവരും സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാട്ട് കർത്താവിനോട് ചേർന്ന് നാം ആയിരിക്കുന്ന അനുഭവത്തോളം മാത്രമേ നമുക്ക് ഫലം കായ്പാൻ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അവിടെ തന്നെ പറയുന്നുണ്ട്, കൊമ്പിന് മുന്തിരി വള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഫലം കായ്ക്കണമെങ്കിൽ കർത്താവ് പറയുന്ന ഏറ്റവും പ്രധാന കാര്യം ഇത് മാത്രമാണ്, നാം നിരന്തരം യേശുവിൽ വസിപ്പാനിടയാകണം. ഒരുക്കുന്ന ഉപവാസങ്ങൾ എന്തിനാണ്? നാം കർത്താവിനോട് ചേർന്ന് കർത്താവിൽ വസിക്കുക മാത്രമല്ല, നാം കർത്താവിൽ വസിക്കുമ്പോൾ അവൻ നമ്മിൽ വസിപ്പാനിടയാകുന്നു. പ്രൈസ് ദി ലോർഡ്. പരസ്പരമായ ഒരു ഇന്റിമസി, ഒരു വലിയ ബന്ധം, ഒരു ആഴമായ ദൃഢ ആത്മബന്ധം, പ്രൈസ് ദി ലോർഡ്, ഒരു വലിയ ഹല്ലേലൂയ കണക്ഷൻ യേശുവുമായിട്ട് നിരന്തരം പുലർത്തുവാൻ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വചനം ഈ രാത്രിയിൽ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പലപ്പോഴും യേശു നമ്മിലുള്ളപ്പോഴൊക്കെ നമ്മൾ ഫലം ചെയ്യുന്നവരായി തീർന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം നമ്മൾ യേശുവിനെ വിട്ട് പോയെന്നോ പിന്മാറ്റത്തിലായെന്നോ ഒന്നുമല്ല ഞാൻ ഈ പറയുന്നത്. നാം രക്ഷിക്കപ്പെട്ടവരാണ്, നാം യേശുവിൻ്റെ മക്കളാണ്, നാം യേശുവിൻ്റെ പാതയിൽ മുൻപോട്ട് പോകുന്നവരാണ്. എന്നാൽ നിരന്തരം രക്തത്താൽ ജയം, നിരന്തരം ഹല്ലേലൂയ അതിൽ വർദ്ധിച്ചു വരുന്ന ഒരു അനുഭവത്തിൽ അധിക ഫലം കായ്പാൻ കർത്താവ് ചെത്തിവെടിപ്പാക്കുമ്പോൾ ആ യേശുവിൽ നാം അധികം വസിപ്പാൻ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുപ്പാൻ ഇടയാകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. എന്നിൽ വസിപ്പീൻ,
ഞാനെങ്കിൽ നിങ്ങളിലും വസിക്കും. നമുക്കിന്ന് ഇപ്പോൾ നമുക്ക് വീണ്ടും തീരുമാനം പുതുക്കാം. ഞാൻ എൻ്റെ യേശുവിൽ ഈ ദിവസങ്ങളിൽ അധികം വസിക്കും. എങ്ങനെ എൻ്റെ യേശുവിൽ വസിപ്പാൻ ഞാൻ ഈ വചനം പറയുന്നുവോ അതിനു വേണ്ടി ഈ രാത്രി എന്നെ സമർപ്പിക്കുന്നു എന്ന് നമുക്ക് ദൈവകാര്യങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ കർത്താവിൽ വസിക്കുവാൻ അല്ലെങ്കിൽ നമുക്ക് നമ്മെ തന്നെ ഈ രാത്രി സമർപ്പിക്കാം. ഹല്ലേലൂയ. അങ്ങനെ വസിച്ചാൽ കർത്താവ് നമ്മിൽ വസിക്കും. ഹല്ലേലൂയ. എന്നിട്ട് പറയുകയാണ്, വസിച്ചിട്ടല്ലാതെ ഫലം കായ്ക്കുകയില്ല. അങ്ങനെയെങ്കിൽ വസിച്ചാൽ മാത്രമേ ഫലം കായ്ക്കുകയുള്ളൂ. ഹല്ലേലൂയ. അതിന്റെ 5-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. അതിന്റെ അടിസ്ഥാന വാക്യം വ്യക്തമാക്കി അവിടെ കർത്താവ് പറയുന്നത്, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ ആരാണ്? ചേർന്ന് പറയാം, നിങ്ങൾ ആരാണ്? നാം ആരാണ്? നാം കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എങ്കിൽ അവൻ വളരെ ഫലം കായ്പാനിടയാകുന്നു. കൊമ്പ് മുന്തിരിവള്ളിയോട് ചേർന്നിരിക്കുന്ന അനുഭവം ഇതൊക്കെ അവിടെ പറയുന്നുണ്ട്. അല്ലെ, മുന്തിരിവള്ളിയോട് കൊമ്പ് ചേർന്നിരിക്കുന്നത് പോലെ യേശുവിനോട് വസിച്ച് ചേർന്നിരിക്കുന്ന ഒരു അനുഭവമാണ് കർത്താവ് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയുള്ളവര് എന്ത് ചെയ്യുമെന്ന അധിക ഫലം കായ്ക്കും. ഇനി കർത്താവ് പറഞ്ഞ ചില ഫലങ്ങൾ ഈ വചനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ചില വചനങ്ങൾ, ചില ഫലങ്ങൾ എന്തൊക്കെയെന്ന് ഞാൻ വേഗം എടുത്തൊന്ന് പറഞ്ഞിട്ട് ചില വാക്യം കൂടെ പറഞ്ഞ് ഞാൻ വേഗം ഇരുപ്പാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് പറയുന്നു, ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, നാം വളരെ ഫലം കായ്ക്കണമെന്ന്. ചില വാക്യങ്ങൾ വേഗം വായിച്ച് പ്രൈസ് ദി ലോർഡ് എന്നെ ഒന്ന് സഹായിക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഒരു വാക്യം വായിക്കാം. എഫേസ്യ ലേഖനം 5-ാം അധ്യായം അതിന് 9-10 വാക്യങ്ങളൊന്ന് വായിക്കാം. എഫേസ്യ ലേഖനം 5-ാം അധ്യായം അതിന് 9-10 വാക്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിന്റെ ഫലം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എഫേസ്യർക്ക് പൗലോസ് ലേഖനം എഴുതുമ്പോൾ നാം പുറപ്പെടുവിക്കേണ്ടുന്ന പല ഫലങ്ങളില് ഒരു ഫലം അവിടെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുകയാണ്. ഹല്ലേലൂയ. വെളിച്ചത്തിന്റെ ഫലമുള്ളവരാകുവീനെന്ന്. അപ്പൊ അതിനെ ഒന്നുകൂടെ വായിച്ചേ. പരിശോധിച്ചുകൊണ്ട്, കർത്താവിന് എന്താണ് പ്രസാദമെന്ന് പരിശോധിച്ചുകൊണ്ട് നാം എങ്ങനെ നടക്കണം? നാം നടക്കേണ്ടത് വെളിച്ചമാകുന്ന കർത്താവിനോട് കൂടെ ചേർന്ന് നാം വെളിച്ചത്തിലുള്ളവരായി നാം നടക്കുവാനിടയാകണം. അടുത്തത് പ്രൈസ് ദി ലോർഡ്. ഒരു ദൈവവിശ്വാസിയുടെ ജീവിതത്തില് വെളിച്ചത്തിന്റെ ഫലം എന്ന് പറയുന്നത് എന്താണ്? സകല സൽഗുണവും നീതിയും പിന്നെ സത്യവുമല്ലോ ഹല്ലേലൂയ വെളിച്ചത്തിന്റെ ഫലം എന്ന് പറയുന്നത്. ഒരു വിശ്വാസിയുടെ ജീവിതത്തില് നീതിയുടെ ഫലം, വെളിച്ചത്തിന്റെ ഫലം വെളിപ്പെടുവാനിടയാകണം. അത് സകല സൽഗുണവും സത്യവും നീതിയും അത് സൽഗുണമായിട്ട് അഥവാ നല്ല വെളിച്ചത്തിന്റെ ഫലമായി വെളിപ്പെടുകയാണ്. ഒരു വിശ്വാസിയുടെ ജീവിതത്തില് ഹല്ലേലൂയ വെളിച്ചത്തിന്റെ ഫലം വെളിപ്പെടണം. ഒന്നാമത്തെ ഫലം നമ്മിൽ വെളിപ്പെടേണ്ടത് സകല സൽഗുണമായിട്ട് സത്യത്തിന്റെയും നീതിയുടെയും ഫലം നമ്മിൽ വെളിപ്പെടുവാനിടയാകണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ഒരു വിശ്വാസിയുടെ ജീവിതത്തില് സത്യമല്ലാത്തത്, സൽഗുണമല്ലാത്തത്, നീതിയല്ലാത്തത്, അതിനനുകൂലിക്കുന്ന ഏതെങ്കിലും അവസ്ഥ നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നമ്മിൽ ഉണ്ടാകുകയാണ് എങ്കിൽ അല്ലയ അത് വെളിച്ചത്തിന്റെ ഫലമല്ല. പ്രൈസ് ദി ലോർഡ്. കർത്താവാകുന്ന ആ നല്ല മുന്തിരിവള്ളിയോട് പറ്റിയിരിക്കുന്ന കൊമ്പിന്റെ ജീവിതത്തില് കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു ഫലമാണ് വെളിച്ചത്തിന്റെ ഫലം. രണ്ടാമതൊരു വാക്യം ഒന്ന് വായിക്കാം. യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായം അതിന്റെ 17-18 വാക്യങ്ങൾ. യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായം 17-18 വാക്യങ്ങൾ. ഒന്നാമത് നിർമ്മലം, സമാധാനം, ശാന്തത, അനുസരണമുള്ളതും കരുണയും സൽഫലവുമുള്ളതും പക്ഷപാതവും കപടവും ഇല്ലാത്തതും ആകുന്നു. ഇത് നീതി എന്ന ഫലം കൊയ്യുവാനിടയാകും. പ്രൈസ് ദി ലോർഡ്.
ഒരു കൂട്ടം കാര്യങ്ങൾ ഒരു വിശ്വാസി പുറപ്പെടുവിക്കേണ്ടത് അവിടെ പറഞ്ഞിട്ട് വ്യക്തമായിട്ട് അതിനെ കൂട്ടി ഒന്ന് യോജിപ്പിച്ചുകൊണ്ട് പറയുകയാണ്. ഹല്ലേലൂയ. ഒരു മുന്തിരിവള്ളിയോട് പറ്റിയിരിക്കുന്ന കൊമ്പ് പുറപ്പെടുവിക്കേണ്ടുന്ന ഫലം ഏത് ഫലമാണ്? നീതി ഫലം അവിടെ പുറപ്പെടുവിക്കുവാനിടയാകുമെന്ന്. വെളിച്ചത്തിന്റെ ഫലം പുറപ്പെടുവിക്കണം. രണ്ടാമത് ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നീതിയുടെ ഫലമുള്ളവരായി നാം മാറണം. മൂന്നാമത് എബ്രായ ലേഖനം 13-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. മൂന്നാമത് യേശുവിനോട് പറ്റിയിരിക്കുന്ന നല്ല മുന്തിരിവള്ളിയാകുന്ന യേശുവിനോട് പറ്റിയിരിക്കുന്ന ഒരു വ്യക്തി, ഒന്നാമത് അവനിൽ നിന്ന് വെളിച്ചത്തിന്റെ ഫലം പുറപ്പെടുവാനിടയാകും. രക്തത്താൽ ജയം, അത് ഏതൊക്കെയാണ് നമ്മുടെ വായിച്ചു. രണ്ടാമത് നീതിയുടെ ഫലം ഒരു വിശ്വാസിയിൽ നിന്ന്, കൊമ്പിൽ നിന്ന് പുറപ്പെടുവാനിടയാകും. അത് ഏതൊക്കെയാണ് എന്നും അവിടെ വായിച്ചു. മൂന്നാമത് ഒരു വിശ്വാസി പറ്റിയിരിക്കുന്ന യേശുവിനോട് പറ്റിയിരിക്കുന്ന നല്ല മുന്തിരിവള്ളിയാകുന്ന യേശുവിനോട് പറ്റിയിരിക്കുന്ന ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ നിന്ന് മൂന്നാമത് പുറപ്പെടുന്ന ഫലം ഏതാണ്? അധരഫലം എന്ന സ്തോത്രയാഗം പുറപ്പെടുവാനിടയാകും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം നമ്മൾ പറ്റിയിരിക്കുന്നുവെങ്കിൽ ഇവിടെ ഇരിക്കുന്നവരെല്ലാം അധരഫലം അർപ്പിച്ചുകൊണ്ടായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അത് കൊമ്പും കുളമ്പുമുള്ള 1000 മൂരികളെ യാഗമർപ്പിക്കുന്നതിനേക്കാളും അനേകം തൈലനദികളെക്കാളും സ്തോത്രയാഗത്തിന് വിലയുണ്ട് എന്ന് ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ എഴുതിയിരിക്കുകയാണ്. പറ്റിയിരിക്കുന്ന ഒരു ദൈവ പൈതലേ, ഹൃദയം ദൈവത്തിൽ ഏകാഗ്രപ്പെട്ടുകൊണ്ട് നല്ല മുന്തിരിവള്ളിയോട് നാം പറ്റിയിരിക്കുകയാണ് എങ്കിൽ നമ്മൾ അധരഫലം പുറപ്പെടുവിച്ചുകൊണ്ടായിരിക്കും. ഹല്ലേലൂയ. ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാവരും അധരഫലം പുറപ്പെടുവിക്കുന്നവനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. അധരഫലം എന്ന ഏത് യാഗം? സ്തോത്രയാഗം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രയാഗം എന്ന അധരഫലം ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ പുറപ്പെടണം. അങ്ങനെയെങ്കിൽ വെളിച്ചത്തിന്റെ ഫലം പുറപ്പെടണം. കർത്താവ് ആഗ്രഹിക്കുന്നത് തന്റെ മക്കളുടെ ജീവിതത്തിൽ നിന്ന്, അഥവാ കർത്താവിനോട് പറ്റിയിരിക്കുന്ന ആ കൊമ്പിൽ നിന്ന് ഒന്നാമത് പുറപ്പെടുവിക്കേണ്ടത് വെളിച്ചത്തിന്റെ ഫലങ്ങൾ പുറപ്പെടണം. രണ്ടാമത് നീതിയുടെ ഫലങ്ങൾ പുറപ്പെടണം. മൂന്നാമത് പുറപ്പെടേണ്ടത് ഹല്ലേലൂയ അധരഫലം എന്ന സ്തോത്രയാഗം പുറപ്പെടണം. രക്തം ചെയ്യാം. ഇന്ന് പകൽക്കാലം, ഇന്ന് മാത്രമല്ല, അല്ലെ നമ്മുടെ ജീവിതത്തിൽ നാം ദൈവസന്നിധിയിൽ നല്ല കർത്താവിനോട് പറ്റിയിരിക്കുമ്പോഴൊക്കെ അറിയാതെ നാം സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കാം, അറിയാതെ ദൈവത്തെ ആത്മാവിൽ ആരാധിച്ചു കൊണ്ടിരിക്കാം, അല്ലെ ആത്മാവിൽ വർധനവിന് അത് കാരണമായി തീർന്നുകൊണ്ടിരിക്കാം. അല്ലെ പറ്റിയിരിക്കുന്ന ഒരു ദൈവ പൈതലിന്, അല്ലെ മുന്തിരിവള്ളിയോട് പറ്റിയിരിക്കുന്ന ഒരു കൊമ്പിന്റെ അനുഭവം, അവനിൽ മൂന്നാമത് കായ്ക്കുന്ന ഫലം ഇതാണ്, അധരഫലം എന്ന സ്തോത്രയാഗം പുറപ്പെട്ടുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. അടുത്തത് 1 കൊരിന്ത്യർ 16-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം ഒന്ന് വായിച്ചേ. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ പ്രൈസ് ദി ലോർഡ്. സ്തെഫാനോസിന്റെ കുടുംബം, ആരുടെ കുടുംബം? സ്തെഫാനോസിന്റെ കുടുംബം അഖായയിലെ ആദ്യഫലം. പ്രൈസ് ദി ലോർഡ്. പൗലോസ് അവിടെ കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോഴാ ഹല്ലേലൂയ അവിടെ ഒരു ഫലത്തെ പ്രത്യേകം എടുത്തെഴുതിയിരിക്കുകയാണ്. പ്രദേശത്തെ എന്താണ്? ആദ്യ ഫലം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവ പൈതൽ തൻ്റെ ജീവിതത്തിൽ ആത്മാക്കളാകുന്ന ഫലങ്ങളെ വിടുവിച്ച് എടുക്കത്തക്കവണ്ണമുള്ളതായ ഒരു പ്രവൃത്തിയിലേക്ക് അവൻ നീങ്ങിയ ഫലങ്ങൾ പുറപ്പെടുവിക്കേണ്ടുന്നവനാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഒരുപക്ഷെ മറ്റു പല ഫലങ്ങളും ഉണ്ടെന്നൊക്കെ പറയുമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ദിവസങ്ങളിൽ വളരെ കുറഞ്ഞു പോകുന്ന ഒരനുഭവമാണ് ചില ആദ്യ ഫലങ്ങളെ നമുക്ക് പുറപ്പെടുവിപ്പാൻ കഴിയുന്നില്ല. ചില വ്യക്തി ജീവിതങ്ങളെ മുൻപോട്ട് നയിപ്പാൻ മുന്തിരിവള്ളിയോട് പറ്റിയിരിക്കുന്നവര് അവരുടെ ജീവിതത്തിൽ അല്ലെ ആത്മാക്കളെ അല്ലെ ആദ്യ ഫലങ്ങളായിട്ട് അഖായ എന്ന ദൈവസഭയിൽ ചില ഫലങ്ങളെ അവിടെ പുറപ്പെടുവിച്ചു. അതേത് കുടുംബമാണ്? സ്തെഫാനോസിന്റെ കുടുംബം. പ്രൈസ് ദി ലോർഡ്. ആ കുടുംബത്തെ പൗലോസ് മുൻപോട്ട് കൊണ്ടുവന്നത് ഓർത്തുകൊണ്ട് പൗലോസ് അവിടെ പറയുകയാണ്, അവർ അഖായയിലെ ആദ്യ ഫലമെന്ന്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ദൈവമക്കളെ പുറപ്പെടുവിക്കേണ്ടുന്ന 4ാമത്തെ ഫലമാണ് ഏത് ഫലം? ആദ്യ ഫലമെന്ന ആത്മാക്കളുടെ വിടുതൽ. ചേർന്നൊരു സ്തോത്രം പറഞ്ഞേ. വെളിച്ചത്തിന്റെ ഫലം നമ്മിൽ ഉണ്ടായിരിക്കണം, നീതിയുടെ ഫലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം,
അധരബലമെന്ന സ്തോത്രയാഗം ഒരു ദൈവപൈതൽ അർപ്പിച്ചുകൊണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഹല്ലേലൂയ ആത്മാക്കളെ വിടുവിക്കുന്ന ചില ആദ്യ ഫലങ്ങളെ അല്ലെ ദൈവസഭയിലേക്ക് അല്ലെങ്കിൽ ഓരോ ഫലങ്ങളെ ആത്മാക്കളുടെ വിടുതൽ എന്ന ഫലം ആ ശുശ്രൂഷ ഏറ്റെടുത്തുകൊണ്ട് മുൻപോട്ട് പോകുന്ന ഒരനുഭവം ഒരു കൊമ്പിന് മേൽ ഫലമായി വെളിപ്പെടുവാനിടയാകണം. അടുത്തതായിട്ട് ഒരു വചനം കൂടെ വായിക്കാം. അല്ലെ റോമാലേഖനം 15-ാം അധ്യായം അതിന് 28-ാം വാക്യം. റോമാലേഖനം 15-ാം അധ്യായം 28-ാം വാക്യം വേഗം വായിക്കാം. ഞാനത് നിവർത്തിച്ചു. ഈ ഫലം ഞാൻ അവർക്ക് ഏൽപ്പിച്ചു. നിങ്ങളുടെ വഴിയായി പോകുന്നു. അവിടെ എന്താണ് പറയുന്നത്? ഈ ഫലം അവിടെ പൗലോസ് ആ ജനത്തിൽ നിന്ന് സ്വീകരിച്ചതായ നന്മ ശേഖരണം മറ്റൊരാൾക്ക് സംഭാവനയായിട്ട് അവരുടെ കഷ്ടത്തില് അവർക്ക് സഹായമായിട്ട് ആവശ്യത്തിനുതകുന്ന പ്രൈസ് ദി ലോർഡ് ഉതകുന്നതിന് വേണ്ടി ഉള്ളവരെല്ലാവരും കൂടെ ശേഖരിച്ച ഒരു സംഭാവന താൻ അവിടുന്ന് ശേഖരിച്ചിട്ട് ആവശ്യക്കാർക്ക് അത് കൊടുത്തയക്കുന്ന വിഷയമാണ് അവിടെ വ്യക്തമായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ നാം പുറപ്പെടുവിക്കേണ്ടുന്ന മറ്റൊരു ഫലം ആവശ്യക്കാരെ സഹായിക്കുന്ന സഹായത്തിന്റെ ഫലം നമ്മിൽ നിന്ന് പുറപ്പെടുവാനിടയാകണം. പ്രൈസ് ദി ലോർഡ്. ഞാനതിലേക്ക് അധികം കടക്കുന്നില്ല. ഒരുവന്റെ ഭാരം അറിഞ്ഞുകൊണ്ട്, ഒരുവന്റെ ഇല്ലായ്മ അറിഞ്ഞുകൊണ്ട്, കഷ്ടം അനുഭവിക്കുന്നവരുടെ വേദന അറിഞ്ഞുകൊണ്ട്, നമുക്കറിയാം നമ്മുടെ സഭയിൽ അനേകര് അല്ലെ ഇല്ലാത്തവരെ സഹായിക്കുകയും അല്ലെ അതിനുവേണ്ടി ഫണ്ടുകൾ ശേഖരിക്കുകയും സംഭാവനകൾ കൊടുക്കുകയും ചെയ്യുന്ന അനുഭവങ്ങൾ ഒരു പക്ഷേ ഉണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ കർത്താവ് അതിനെക്കുറിച്ച് പറയുന്നത് അത് സംഭാവന എന്ന ശേഖരണം എന്ന ഫലത്തെ കർത്താവ് അവിടെ ഉയർത്തി പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു കർത്താവിൻ്റെ കൊമ്പായി അഥവാ കർത്താവാകുന്ന മുന്തിരിവള്ളിയോട് ചേർന്നിരിക്കുന്ന അനുഭവമായിരിക്കുന്ന നമ്മിൽ നിന്ന് പുറപ്പെടേണ്ടുന്ന ഒരു ഫലമാണ് ഹല്ലേലൂയ മറ്റുള്ളവരെ സഹായിക്കുന്ന ഫലം നമ്മിൽ നിന്ന് പുറപ്പെടുവാനിടയാകണം. ഒരു വചനം കൂടെ പറഞ്ഞ് ഞാൻ ആ ഭാഗത്ത് നിന്ന് മുൻപോട്ട് വരുന്നു. കൊലോസ്യ ലേഖനം 1:10 കൂടെ ഒന്ന് വായിക്കാം വേഗം. കൊലോസ്യ ലേഖനം 1:10. സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മെക്കുറിച്ച് ഹല്ലേലൂയ സ്തോത്രം ആഗ്രഹിക്കുന്ന ഒരു കാര്യം സകല സൽപ്രവൃത്തിയിലും നാം ഫലമുള്ളവരായി തീരണം. പ്രൈസ് ദി ലോർഡ്. എല്ലാറ്റിനെയും ചേർന്നുകൊണ്ട് ജനറലായിട്ട് ദൈവം നമ്മെ ഹല്ലേലൂയ ഇന്ന് രാത്രി ഒരിക്കൽ കൂടെ നാം അറിയുന്നതും ഒരുപക്ഷെ ചെയ്യുന്നതും നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് അവകാശപ്പെടുവാൻ കഴിയുന്നതുമായ ചില കാര്യങ്ങൾ ഇന്ന് രാത്രിയിൽ ഞാനൊന്ന് ഓർമ്മിപ്പിച്ച് ഉണർത്തുക മാത്രമാണ് ഇവിടെ ചെയ്യുവാനിടയായത്. ഈ വചനം കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇത് കുറഞ്ഞു പോയോ? കർത്താവാകുന്ന മുന്തിരിവള്ളിയോട് ഞാൻ ചേർന്നിരിക്കുമ്പോൾ എന്നില് വെളിച്ചത്തിന്റെ ഫലം പുറപ്പെടാറുണ്ടോ? നീതിക്ക് വേണ്ടി ഞാൻ നിൽക്കാറുണ്ടോ? അത് അധരബലമെന്ന സ്തോത്രയാഗം എൻ്റെ ജീവിതത്തിൽ വരാറുണ്ടോ? ആത്മാക്കളെ നേടുന്ന ശുശ്രൂഷയിൽ ആ ഫലം കായ്പാൻ എനിക്ക് എത്രമാത്രം കഴിയുന്നു? മറ്റുള്ളവരെ സഹായിക്കുന്ന വിഷയത്തിൽ ഞാൻ എന്നാൽ കഴിയുന്നത് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അല്ല ജനറലായിട്ട് സകല സൽപ്രവൃത്തിയിലും ഫലം കായ്പാൻ എനിക്ക് കഴിയുന്നുണ്ടോ എന്ന് ഹല്ലേലൂയ ഈ വേളയിൽ നമുക്കെല്ലാവർക്കും നമ്മെ തന്നെ സമർപ്പിച്ചൊന്ന് ശോധന ചെയ്യാം. സഭയുടെ നല്ല അംഗങ്ങളായിട്ട് ദൈവം നമ്മെ ആ മുന്തിരിവള്ളിയോട് ചേർത്ത് പഠിച്ച് നിർത്തിയിരിക്കുമ്പോൾ ദൈവമക്കളെ നമ്മൾ അധിക ഫലം കായ്പാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ഈ ദിനങ്ങളിൽ കുറഞ്ഞു പോയ വിഷയങ്ങളിൽ ഒരു വലിയ വ്യത്യാസം വന്നുകൊണ്ട് ഹല്ലേലൂയ ഒരു മടങ്ങി വരവിന് വേണ്ടി ഇന്ന് പകൽക്കാലം നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഫലം കായ്ക്കുന്ന വിഷയത്തിൽ, ആത്മാക്കളെ നേടുന്ന വിഷയത്തിൽ, സത്യത്തിനും നീതിക്കും ന്യായത്തിനും വേണ്ടി ഹല്ലേലൂയ ശബ്ദമുയർത്തുന്ന അനുഭവത്തിൽ നിൽക്കുവാൻ ഞാൻ ഇന്ന് രാത്രിയിൽ എന്നെ തന്നെ സമർപ്പിക്കുന്നുവെന്ന്, ഫലം പുറപ്പെടുവിപ്പാൻ സമർപ്പിക്കുന്നുവെന്ന് എത്ര പേർ തങ്ങളെ തന്നെ ഒരിക്കൽ കൂടെ സമർപ്പിപ്പാൻ ഇടയാകും? എത്ര പേർ അതിന് സ്തോത്രം പറയുവാൻ ഇടയാകുന്നു? ഹല്ലേലൂയ. ദൈവം നമ്മെ അതിനു വേണ്ടി അല്ല ഈ നാളുകളിൽ നമ്മുടെ മുൻപിൽ കടന്നു വരുന്ന ഉപവാസത്തിലൂടെ ഒരു പടിയും കൂടെ ഒരുക്കുവാനിടയാകട്ടെ. ഫലം കായ്ക്കണം, അധിക ഫലം കായ്ക്കണമെന്ന് കർത്താവോട് പറയുമ്പോൾ ഞാൻ 1-2 വചനങ്ങളൂടെ പറഞ്ഞു വേഗം ഇരിക്കാം. ഹല്ലേലൂയ. എങ്ങനെ പ്രൈസ് ദി ലോർഡ്
എനിക്ക് ഈ കർത്താവുമായുള്ള ബന്ധത്തില് കർത്താവിൽ വസിക്കുകയും കർത്താവ് എന്നിൽ വസിക്കുകയും ചെയ്യുന്ന ആ അനുഭവത്തില് എങ്ങനെ എനിക്ക് അനുദിനം വളരുവാൻ കഴിയും? നമ്മൾ ഈ വചനം കേൾക്കുമ്പോൾ ഒരു പക്ഷേ അതിനൊക്കെ ഒരു ഉണർവ്, ഒരു ചിന്ത വരും. എന്നാൽ നമ്മൾ ഈ ലോകപരമായ ജീവിതത്തിൽ മുൻപോട്ട് പോകുമ്പോൾ സഭയ്ക്ക് വേണ്ടി കർത്താവ് കൊടുത്തിട്ടുള്ള ചില കാര്യങ്ങളാ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് എടുത്തു പറഞ്ഞ് ഞാൻ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. വളരെ വേഗം ഞാൻ ഇരുന്നുകൊള്ളാം. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം അതിന് 42-ാം വാക്യം ഒന്ന് വായിക്കാം. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം 42-ാം വാക്യം. അവര് ആത്മാവില് കർത്താവിന്റെ സനയിൽ വചനം പത്രോസിൽ നിന്ന് ആത്മാവ് വന്ന നാളിൽ, പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ഇറങ്ങിയ ദിവസം പത്രോസ് എഴുന്നേറ്റ് പ്രസംഗിച്ച് അനേകം രക്ഷിക്കപ്പെട്ട, സ്നാനപ്പെട്ട സഭയോട് ചേർന്ന നാളുകളിലാ അവർ ചെയ്തതായ ഒരു കാര്യമാണ് നമ്മളിവിടെ വായിച്ചത്. ഒന്ന് വായിക്കാം. അവര് സഭയാകുന്ന തോട്ടത്തില് ക്രിസ്തുവാകുന്ന മുന്തിരിവള്ളിയോട് ചേർന്ന് വളരുവാൻ അവർ ചെയ്ത ചില കാര്യങ്ങള്. ഒന്നാമത്, അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കുവാനിടയായി. നേരത്തെ ഞാനത് പറഞ്ഞു. വചനം നമ്മെ ശുദ്ധീകരണത്തിലേക്കും യേശുവിലുള്ള വാസത്തിലേക്ക് നയിക്കുന്നു. നമ്മുടെ കൂടിവരവുകൾ ദൈവമക്കളെ എന്തിനാണ്? ഉപദേശം കേൾക്കുവാൻ, ദൈവവചനം കേൾക്കുവാൻ. കേട്ട വചനത്തിലൂടെ ശുദ്ധീകരണം വന്നുകൊണ്ട് കർത്താവിനോട് പറ്റിയിരിക്കുന്ന അനുഭവത്തിന് വേണ്ടിയാണ്. അഥവാ കർത്താവിൽ വസിക്കുന്ന, കർത്താവ് നമ്മിൽ വസിക്കുന്ന അനുഭവത്തിനുള്ള ഒരു വഴിയാണ് അവിടെ പറയുന്നത്. അല്ലെ, അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട്. രണ്ടാമത്, കൂട്ടായ്മ ബന്ധം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ക്രിസ്തുവിനോട് കൂട്ടായ്മയുള്ളവര് സഭയുടെ കൂട്ടായ്മകളില് കടന്നു വരുവാനിടയാകണം. സ്തോത്രം പറയാമോ? ഇന്നും ഇവിടെ ഒരു ഉപവാസത്തിന്റെ രാത്രികാലമാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ആ ലക്ഷ്യപ്രാപ്തിയിലേക്ക് നമ്മുടെ ജീവിതയാത്രയിൽ മുൻപോട്ട് പോകുവാൻ സഭ ക്രമീകരിക്കുന്ന കൂട്ടായ്മ അനുഭവങ്ങളുടെ മധ്യയില് നാം വന്നു ചേരുവാനിടയാകണം. എപ്പോഴാണ് ദൈവം നമ്മെ സ്പർശിക്കുന്നതെന്ന് അറിയുവാൻ കഴിയത്തില്ല. എങ്ങനെയാണ് കർത്താവിലുള്ള വാസത്തില് നമുക്ക് അധികം വർദ്ധിപ്പാൻ ദൈവം വഴിയൊരുക്കുന്നതെന്ന് അറിയാനൊക്കത്തില്ല. എപ്പോഴാണ് ദൈവത്തിന്റെ ഒരു വിടുതല് എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത്, എനിക്ക് പ്രാപിപ്പാൻ കഴിയുമെന്നുള്ളത് നമുക്ക് ആർക്കും അറിയത്തില്ല. എന്നാൽ സഭയ്ക്ക് ദൈവം കൊടുത്തിട്ടുള്ള ഒരു അനുഭവമാണ് കൂട്ടായ്മ ആചരിക്കുക എന്നുള്ളത്. യോഹന്നാന്റെ ലേഖനത്തിൽ അതുണ്ട്. നമ്മുടെ കൂട്ടായ്മ ആരോടാണെന്ന്? നമ്മുടെ കൂട്ടായ്മ പിതാവിനോടും പുത്രനായ ക്രിസ്തുവിനോടും കൂടെയാണ്. മാത്രമല്ല, വേറൊരു വചനത്തിൽ പറയുന്നുണ്ട്, നാം പരസ്പരം കൂട്ടായ്മ ഉള്ളവരായിരിക്കണം. ഇന്ന് പകൽക്കാലം സഭയുടെ അംഗങ്ങളായിട്ട് ക്രിസ്തുവിന്റെ നല്ല കൊമ്പുകളായിരിക്കുന്ന ദൈവ പൈതലേ, യേശുവുമായി കൂട്ടായ്മയുള്ളവരാ. പിതാവാം ദൈവത്തോട് കൂട്ടായ്മയുണ്ട്, ക്രിസ്തുവുമായി അവർക്ക് കൂട്ടായ്മയുണ്ട്. അവർക്ക് അല്ലെങ്കിൽ പാരലായിട്ട് ദൈവജനവുമായിട്ട് കൂട്ടായ്മയുണ്ട്. ഒരു സ്വത്രം പറഞ്ഞേ. അല്ലെങ്കിൽ ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ ഈ രാത്രിയിൽ അല്ലെങ്കിൽ നമ്മുടെ അവസ്ഥ നമുക്കൊന്ന് ശോധന ചെയ്യാം. കൂട്ടായ്മ ബന്ധത്തിൽ നമുക്ക് വളരുവാൻ കഴിയുന്നുണ്ടോ? ക്രിസ്തുവിലുള്ള കൊമ്പാകുന്ന അനുഭവത്തിൽ നമുക്ക് വസിച്ചുകൊണ്ട് മുൻപോട്ട് പോകണമെങ്കിൽ ഉപദേശം, ദൈവവചനം കേൾക്കണം. രണ്ടാമത്, കൂട്ടായ്മ നഷ്ടപ്പെടുത്തുവാനിടയാകരുത്. ഇന്ന് പകൽക്കാലം നമുക്കതിന് തീരുമാനമെടുക്കാം. അല്ലെങ്കിൽ ദൈവവൈതലെ കൂട്ടായ്മ ബന്ധം നഷ്ടപ്പെടുത്തുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, സഭയുടെ ഇടയോഗങ്ങൾ നഷ്ടപ്പെടുത്തുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, സഭ ക്രമീകരിക്കുന്ന ഉപവാസങ്ങളിൽ കടന്നു വരാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, അവസരങ്ങൾ പറഞ്ഞ് സാഹചര്യങ്ങളും മുട്ടാപ്പോക്കുകളും പറഞ്ഞ് അല്ലെ ഭവനത്തിലോ മറ്റു വിഷയങ്ങളിലോ പോകുന്നവര് യേശുവുമായുള്ള സ്പർശനം പലപ്പോഴും നമുക്ക് ലഭിക്കേണ്ടത് നാം മനഃപൂർവ്വം അവിടെ ഒഴിവാക്കുവാനിടയാവുകയാണ്. ഇന്ന് പകൽക്കാലം കൂട്ടായ്മയിൽ അവർ മുൻപോട്ട് പോകുവാനിടയായി. മൂന്നാമത് പിന്നെന്താണ് അവിടെ കാണുവാൻ കഴിയുന്നത്? അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. ആ ജനത്തിന്റെ അടുത്ത ഒരു കാര്യം, അവർ അപ്പം നുറുക്കുവാനിടയായി. നമുക്കറിയാം, ആദിമസഭ കൂടി വന്നതൊക്കെയും ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളില്
എന്തിനു വേണ്ടിയാണ് എന്ന് ദൈവത്തിന്റെ വചനത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ്? ആഴ്ചവട്ടത്തിന് 1-ാം നാൾ അവർ അപ്പം നുറുപ്പാൻ കൂടി വന്നു എന്നാണ്. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത് ഞാൻ വിശദീകരിക്കുന്നില്ല. കർത്താവിന്റെ വചനം യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, എന്നെ തിന്നുന്നവൻ എന്മൂലം ജീവിക്കുന്നു. സാക്ഷാൽ എൻ്റെ മാംസം തിന്നാതെയും എൻ്റെ രക്തം കുടിക്കാതെയും നിങ്ങൾ മുൻപോട്ട് പോയാൽ നിങ്ങൾക്ക് ജീവനില്ല എന്ന് പറയുന്നു. എൻ്റെ മാംസം സാക്ഷാൽ അപ്പവും എൻ്റെ രക്തം സാക്ഷാൽ പാനീയവുമാകുന്നുവെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ തിരുമേശയില്, കർത്തൃമേശയില് പങ്കുകൊള്ളുന്നവരായിരിക്കാൻ നാം ആഗ്രഹിച്ച് ആ അനുഭവത്തിൽ മുൻപോട്ട് പോവുകയാണ് എങ്കിൽ അത് ദൈവിക ബന്ധം കാത്തു സൂക്ഷിപ്പാനിടയാകും. ചേർന്നൊരു ദൈവത്തെ സ്തുതിച്ചാട്ട്. എന്നിട്ട് അവിടെ പറയുന്ന ഒരു കാര്യമാണ്, പ്രാർത്ഥന കഴിച്ചും പോന്നു. ചില വചനങ്ങൾ കൂടെ ഉണ്ട്, ഞാൻ സമയമില്ലാത്തത് കൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. ഹല്ലേലൂയ. മറ്റൊരു കാര്യം ഇങ്ങനെ ഞാൻ പറഞ്ഞു മാത്രം പോകാം. കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നുണ്ട്, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് തന്നെ. ദൈവസന്നിധിയിൽ പരിശുദ്ധ കർത്താവ് പറഞ്ഞു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. അവൻ നിങ്ങളിൽ വന്നാൽ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തുവാനിടയാകും. പാപത്തെക്കുറിച്ചും സ്തോത്രം നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും അവൻ ബോധം വരുത്തുവാനിടയാകും. അങ്ങനെയെങ്കിൽ ആത്മാവിനായി കാത്തിരിക്കുന്ന അനുഭവം, പരിശുദ്ധാത്മാവിൽ വേറിട്ടിരിക്കുന്ന അനുഭവം, ഇന്ന് പകൽക്കാലം സ്തോത്രം അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് തന്നെ ആത്മീക വർധന വരുത്തുന്നു. യേശുവിന്റെ ആത്മാവുമായിട്ട് ചേർന്ന് ഈ ദിനങ്ങളിൽ ആത്മാവിൽ ആരാധിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രാർത്ഥനയില്, ആത്മീയ ആരാധനയില്, ഹല്ലേലൂയ, ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധനയില് ശമര്യക്കാരി സ്ത്രീയോട് കർത്താവ് പറയുന്നുണ്ട്, ഹല്ലേലൂയ സ്തോത്രം. എന്താണ് പറയുന്നത്? കർത്താവിനെ ആരാധിക്കുന്നവര് ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന നാഴിക വരുന്നു, വന്നുമിരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവിനെ ആരാധിക്കേണ്ടത് ആത്മാവിലും സത്യത്തിലുമാണ്. ദൈവം അതിനായി നമ്മെ വിളിച്ചു വേർതിരിച്ചു. കഴിഞ്ഞ നാളുകളിൽ ആത്മാവിനെ ദൈവം നമുക്ക് തന്നു. പിതാവാം ദൈവമായിട്ട് ബന്ധപ്പെട്ടിരിപ്പാൻ പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് തരുവാനിടയായി. ക്രിസ്തുവുമായുള്ള ബന്ധത്തിലായിരിക്കാൻ കൂട്ടായ്മ ബന്ധം നമുക്ക് തന്നുകൊണ്ട് ആത്മാവിന്റെ ആരാധനക്കാരായിട്ട് ദൈവം നമ്മെ മാറ്റുവാനിടയായി. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ഈ രാത്രി വേളയിൽ എല്ലാവരും ഒരു നിമിഷം തങ്ങളെ തന്നെ സമർപ്പിച്ചാട്ട് മറ്റു വചനങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ദൈവമക്കളെ ഒരു നിമിഷം നമുക്ക് എല്ലാവർക്കും സ്തോത്രം ചെയ്യാം. എല്ലാവരും ഒരു നിമിഷം സ്തോത്രം ചെയ്താട്ട് നാം ദൈവത്തിൽ വസിപ്പാൻ ദൈവം അധികം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എല്ലാ ദൈവജനം അല്പസമയം ആദരബലമെന്ന സ്തോത്രയാകുമെന്ന് അർപ്പിച്ച് ഈ വചന നിമിത്തം നാം ശുദ്ധിയുള്ളവരാകുന്നു. നാം കേട്ട ഈ വചന നിമിത്തം നാം ശുദ്ധിയുള്ളവരാകുന്നു. നാം കേട്ട ഈ വചന നിമിത്തം ഹല്ലേലൂയ നാം ഫലമുള്ളവരായി തീരുവാൻ ഒരു നിമിഷം നമുക്ക് എല്ലാവർക്കും നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഉടമനഹസ്യ എല്ലാവരും ആത്മാവിലും ഏകാഗ്രപ്പെട്ടായിട്ട് ആ വചനമൊന്ന് ചിന്തിച്ചാട്ട് ആ വചനത്തിന്മേൽ തങ്ങളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ട് ഉടവൽക്കമന ഘടകക്ഷസ്യ അധമന ഘടകക്ഷസ്യ യേശുവിൻ രക്തത്താൽ ജയം. എന്നിൽ വസിപ്പീൻ, എന്നിൽ വസിപ്പീൻ, എന്നിൽ വസിപ്പീൻ, എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. ഹല്ലേലൂയ. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ ഫലം കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. യേശുവിൻ്റെ രക്തത്താൽ ജയമെടുക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ ജയമെടുക്കുന്നു. ഉടമന ഹദുരജൽ കസ്യ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആത്മാവിൻ്റെ സാന്നിധ്യം നമ്മുടെ മേൽ വ്യാപരിക്കട്ടെ. ദൈവകൃപയുടെ ആഴങ്ങളിലേക്ക് ഒരു നിമിഷം എല്ലാവരും ഏൽപ്പിച്ചു കൊടുക്കാം. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് തന്നെ ആത്മീക വർധന വരുത്തുന്നു, തനിക്ക് തന്നെ ആത്മീക വർധന വരുത്തുന്നു. അവൻ മുന്തിരിവള്ളിയാകുന്ന നല്ല യേശുവിനോട് ചേർന്ന് വസിപ്പാനിടയാകുന്നു. ആ യേശുവിൽ വസിപ്പാൻ, ആ കൂട്ടായ്മ ബന്ധത്തിൽ മുൻപോട്ട് പോകുവാൻ, ആ യേശുവിൽ വളരുവാൻ, അധിക ഫലം കായ്പാൻ കർത്താവിന്റെ കരങ്ങളിൽ നമുക്ക് ഏൽപ്പിച്ച സ്തോത്രം ചെയ്യാം. യേശുവിൻ രക്തത്താൽ ജയം. ഉടമൽ കമന ഘടകക്ഷസ്യ രക്തം ജയം, രക്തം ജയം, രക്തം ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. യേശുവിൻ നാമത്തിൽ ജയമെടുത്ത് പ്രാർത്ഥിക്കുന്നു.
അധികാരമുള്ള യേശുവിൻ നാമത്തിൽ ജയം കൽപ്പിക്കുകയാണ്. ചില വ്യക്തി ജീവിതങ്ങളുടെ വിഷയങ്ങളുടെ മേൽ തൊടണമേ. വചനത്തിൻ്റെ വെളിപ്പാടുകൾ, വചനത്തിൻ്റെ ചില അനുഭവങ്ങൾ ചിലരുടെ മേൽ ഈ ദിനങ്ങളിൽ കത്തുവാൻ, ഹല്ലേലൂയ, സ്തോത്രം കർത്താവേ, അത് വ്യാപരിപ്പാൻ സ്വർഗമിടയാക്കുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. ഈ ദിനങ്ങളിൽ കർത്താവിൽ അധികം വസിപ്പാൻ, അത് ആത്മീയ ആരാധനയിലൂടെ വസിപ്പാൻ, കൂട്ടായ്മ ബന്ധത്തിലൂടെ വസിപ്പാൻ, പ്രാർത്ഥനയിലൂടെ വസിപ്പാൻ, ഹല്ലേലൂയ, തിരുമേശയിൽ അനുഭവിക്കുന്നതിലൂടെ വസിപ്പാൻ, ഹല്ലേലൂയ, കൊമ്പ് മുന്തിരിവള്ളിയോട് ചേർന്ന് വസിക്കുന്ന അനുഭവത്തില്, യേശുവിനോട് ചേർന്ന് വസിക്കുന്ന അനുഭവം ഈ ദിനങ്ങളിൽ അധികമുണ്ടാകുവാൻ നമ്മുടെ മുൻപിൽ വരുന്ന ഓരോ ആത്മീയ കൂടിവരവുകളും നമുക്ക് കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. എളിവനെയും ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഈ വചനത്തിൽ നിന്ന് ഇരുന്നു കൊള്ളുന്നു. ദൈവജനമേ, നമ്മുടെ കണ്ണുകളടയ്ക്കാൻ നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിൻ്റെ പിതാവ്, തോട്ടക്കാരനാകുന്ന അരുളി ചെയ്ത കർത്താവ്, സ്തോത്രം ഹല്ലേലൂയ, സ്തോത്രം ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ സ്തോത്രം ഹല്ലേലൂയ, പിതാവാം ദൈവം നമ്മിൽ നിന്ന് നല്ല ഫലങ്ങൾ കായ്പാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ, നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കാനായിട്ട് ഹല്ലേലൂയ ദൈവം ആഗ്രഹിക്കുമ്പോൾ, നിലനിൽക്കുന്ന ഫലങ്ങൾ പുറപ്പെടുവിക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കുമ്പോൾ, സ്തോത്രം ഹല്ലേലൂയ, ഈ ദിവസങ്ങളിൽ സ്തോത്രം ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം ഹല്ലേലൂയ, കൊമ്പിന് ഹല്ലേലൂയ സ്വയമായിട്ട് ഫലം കായ്പാനായിട്ട് കഴിയുകയില്ല എന്ന് നാം ഇന്ന് കേട്ടുവല്ലോ. സ്തോത്രം ഹല്ലേലൂയ, മുന്തിരിവള്ളിയോട് ചേർന്നിരിക്കുന്ന അനുഭവം, കർത്താവിനോട് ചേർന്നിരിക്കുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് ഹല്ലേലൂയ, എന്നിൽ വസിപ്പീൻ ഹല്ലേലൂയ, എന്നാൽ ഞാൻ നിങ്ങളിലും വസിക്കുമെന്നുള്ള ഹല്ലേലൂയ ദൈവശബ്ദത്തിന് മുമ്പിൽ നമുക്ക് നമ്മെ തന്നെ താഴ്ത്താം. സ്തോത്രം ഹല്ലേലൂയ. ദൈവം നമ്മെക്കുറിച്ച്, ഓരോരുത്തരെക്കുറിച്ച് സ്തോത്രം ഹല്ലേലൂയ, ഫലങ്ങൾ, നല്ല ഫലങ്ങൾ കായ്പാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ, നിലനിൽക്കുന്ന ഫലങ്ങൾ കായ്പാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ, സ്തോത്രം ഹല്ലേലൂയ, നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളൊന്ന് സമർപ്പിക്കാം. സ്തോത്രം ഹല്ലേലൂയ. പിതാവാകുന്ന തോട്ടക്കാരൻ ഹല്ലേലൂയ ചില സമയങ്ങളിൽ നമ്മെ ചെത്തുകയും വെടിപ്പാക്കുകയൊക്കെ ചെയ്യും. സ്തോത്രം ഹല്ലേലൂയ, അത് നല്ല ഫലം കായ്ക്കുവാനാണ്. ഹല്ലേലൂയ, ഈ ദിവസങ്ങളിൽ സ്തോത്രം ഹല്ലേലൂയ ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കാമല്ലോ. പ്രത്യേകിച്ച് സ്തോത്രം ഉപവാസത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ നാം ഒരുങ്ങുമ്പോൾ അല്ലെങ്കിൽ ദൈവം നമ്മെ ഓരോരുത്തരെയും ഹല്ലേലൂയ സഹായിപ്പാനായിട്ട്, അല്ലെങ്കിൽ ഒരു ക്രമീകരണത്തിലേക്ക് ദൈവം നമ്മെ നടത്തുവാനായിട്ട്, ദൈവം നമ്മെ ഒന്ന് ചെത്തുവാനായിട്ട്, വെടിപ്പാക്കുവാനായിട്ട്, അല്ലെങ്കിൽ ഉപവാസ ദിവസങ്ങൾ കഴിയുമ്പോൾ നല്ല ഫലം കായ്ക്കുന്നവരായിട്ട്, നിലനിൽക്കുന്ന ഫലങ്ങൾ കായ്ക്കുന്നവരായിട്ട് സ്തോത്രം ഹല്ലേലൂയ നാം എഴുന്നേൽപ്പാനായിട്ട്, അല്ലെങ്കിൽ ദൈവം നമ്മെ സഹായിപ്പാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. ഒരു വലിയൊരു ശുദ്ധീകരണത്തിലേക്ക് ദൈവം നമ്മെ നടത്തുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. പ്രത്യേകിച്ച് കഴിഞ്ഞ നാളുകളിലൊക്കെ തന്നെ അനേക വാഗ്ദത്തങ്ങൾ ദൈവത്തിൽ നിന്ന് നാം കേട്ടിരിക്കുമ്പോൾ ഈ ദിവസങ്ങളിൽ ലക്ഷ്യബോധത്തോടെ പ്രാർത്ഥിപ്പാനായിട്ട്, പ്രവർത്തിപ്പാനായിട്ട്, ദൈവത്തിൻ്റെ സന്നിധിയിൽ ആയിരിക്കാനായിട്ട് ദൈവം നമ്മെ സഹായിപ്പാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം ഹല്ലേലൂയ. ഉപവാസത്തിൻ്റെ പ്രാരംഭം മുതൽ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ, ആദിയിൽ ആകാശത്തെയും ഭൂമി ഉണ്ടാക്കിയതായ ദൈവം, ഹല്ലേലൂയ ആദിയിൽ ഹല്ലേലൂയ സകലവും സൃഷ്ടിച്ചതായ ദൈവം, ചന്തോചിതമായിട്ട് എല്ലാം സൃഷ്ടിച്ചതായ ദൈവം, സ്തോത്രം ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിലും ഹല്ലേലൂയ ചില പ്രവർത്തനങ്ങൾ ചെയ്യുവാനായിട്ട്, ഉചിതവും ചന്തവുമായിട്ട് ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ദൈവം നമ്മെ നടത്തുവാനായിട്ട്, ദൈവം നമ്മെ ബലപ്പെടുത്തുവാനായിട്ട്, ഹല്ലേലൂയ അധികം ഫലം കായ്ക്കുന്നവരാക്കി ദൈവം നമ്മെ തീർക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം ഹല്ലേലൂയ. പ്രത്യേകിച്ച് ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ഉപവാസ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കാനായിട്ട്, ദൈവം നമ്മെ സൂക്ഷിപ്പാനായിട്ട്, ഹല്ലേലൂയ നമുക്കും ഹല്ലേലൂയ നമുക്കുള്ള സകലത്തിനും ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ദൈവം അതിർവെപ്പാനായിട്ട്, ഹല്ലേലൂയ ദൈവം നമ്മയൊക്കെ ഹല്ലേലൂയ അഭിഷേകത്തിൻ്റെ ശക്തിയാൽ നിറപ്പാനായിട്ട്, യേശുവിൻ്റെ രക്തത്താൽ ദൈവം മുദ്രയിട്ട് സൂക്ഷിപ്പാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം, ഇന്ന് രാത്രികാലവും ഹല്ലേലൂയ ദൈവത്തിന് മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിപ്പാനായിട്ട് നമുക്ക് ഇടയായല്ലോ. സ്തോത്രം ഹല്ലേലൂയ. ഇന്ന് സന്ധ്യാസമയത്ത് കർത്താവിൻ്റെ ദാസനെ ദൈവം കരങ്ങളെടുത്ത് ഹല്ലേലൂയ ശക്തമായിട്ട് ഉപയോഗിക്കാനായിട്ട് നമുക്ക് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. തുടർന്നുള്ള ദിവസങ്ങളിലും ഹല്ലേലൂയ കർത്താവിൻ്റെ ദാസനെ ദൈവം അനുഗ്രഹിക്കാനായിട്ട് ഹല്ലേലൂയ പ്രത്യേകിച്ച് ഹല്ലേലൂയ സഭയുടേതായ വിധമായ ചുമതല താൻ വഹിക്കുമ്പോൾ, ഹല്ലേലൂയ സ്തോത്രം സഭയുടേതായ ഹല്ലേലൂയ വിവിധ കാര്യങ്ങൾ താൻ ഏർപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ ഗൈഡൻസ് കൂടെ ഉണ്ടായിരിക്കാനായിട്ട്, എല്ലാ കാര്യങ്ങളും ദൈവത്തിനെ സഹായിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കുടുംബമായി ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ശുശ്രൂഷിക്കുന്ന സഭയെ ദൈവം അനുഗ്രഹിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളെ സ്തോത്രം ഹല്ലേലൂയ കുടുംബമായിട്ടൊക്കെ ഹല്ലേലൂയ ദൈവം ഈ ദിവസങ്ങളെ മാനിപ്പാൻ അനുഗ്രഹിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ടി എം കോശി ആശീർവാദം പറഞ്ഞ് ഈ സെഷനോട് അവസാനിപ്പിക്കുമല്ലോ. ദൈവത്തെ സ്തുതിക്കാം. സ്തോത്രം 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 സ്തോത്രം. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനാം യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശിച്ച് വഴി നടന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കാവലും നാം ഏവരോടും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും ഇന്നു മുതൽ എന്നേക്കും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശുക്രിസ്തു മാത്രം ഇന്ന് രാത്രി നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. കർത്താവേ വരേണമേ. ആമേൻ.